മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ക്രോണിക് ലിവർ ഡിസീസ് യൂഷ്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാറ്റി ലിവർ, ദെൻ അത് ഫൈബ്രോസിസിലേക്ക് പോകും, പിന്നെ സിറോസിസ്. അത് കഴിഞ്ഞാൽ ആദ്യം ഫൈബ്രോസ് ആകുമ്പോഴേക്കും വലിയ ലിവർ ചുരുങ്ങിയല്ല, ലിവറിന്റെ ടിഷ്യൂസ്, അതായത് ലിവറിലെ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം സെല്ല് വരുന്നത് ഹെപ്പറ്റോസൈറ്റ്സ് ആണ്. മോഡേൺ മെഡിസിനിൽ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബൈൽ സോൾട്ട് ആണ്. ബൈൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന സെക്രീഷൻ ഉണ്ടല്ലോ, ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട്, അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കും. അത് തന്നെ ടാബ്ലറ്റ് ഫോമിലും ഉണ്ട്, ഡിയോക്സിക്കോളിൻ എന്നൊക്കെ പറഞ്ഞ്. മോഡേൺ മെഡിസിൻ ആയിട്ട് വരുമ്പോൾ അത് ടാബ്ലറ്റ് ഫോമിലാക്കിയതുണ്ട്. ഫാറ്റി ലിവർ ഉള്ളവരിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഉണ്ട്. അത് ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൊളസ്ട്രോൾ പറയും, കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടിയിരിക്കുന്നതിന് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ട്രൈഗ്ലിസറൈഡ് ആണ്. അത് ഫാറ്റി ലിവർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു സീരിയസ് ആയിട്ട് എടുക്കുക, ഡോക്ടർ പറഞ്ഞില്ലല്ലോ. കാരണം ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാതെ തിരിച്ച് ഫാറ്റി ലിവർ അത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് 2ലേക്ക് വരും. പിന്നെയും അതിൻ്റെ കൂടെ ആൽക്കഹോളും അങ്ങനത്തെ ഒക്കെ ഉപയോഗം കൂടെ ഉണ്ടെങ്കിൽ അത് 3ഉം 4ഉം ഒക്കെ ആകാൻ, അപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തരുടെയും ജെനറ്റിക്സ്, നമ്മുടെ കുടുംബ പാരമ്പര്യമൊക്കെ അനുസരിച്ച് അത് ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്തിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയാണ് നമ്മുടെ ഈ എപ്പിസോഡ് സീരീസ്. ഈ എപ്പിസോഡിൽ നമ്മൾ ക്രോണിക് ലിവർ ഡിസീസും ഫാറ്റി ലിവറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് തന്നെ 4 എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിലത്തെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തുകൊണ്ടാണ് ക്രോണിക് ലിവർ ഡിസീസ് സംഭവിക്കുക, അതുപോലെ ഫാറ്റി ലിവർ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങളുടെ കൂടെ തന്നെ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെയാണ് നമുക്ക് കിട്ടുക. നമ്മളുടെ കൂടെ ഡോക്ടർ ജോളിയാണുള്ളത്. ഡോക്ടർ ജോളി ജീവിതശൈലി രോഗങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലിവർ ഡിസീസസ് എല്ലാം തന്നെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ തവണ തുടങ്ങുന്നത്, ഈ വിഷയത്തെ പറ്റി തുടങ്ങുന്നത് എന്തൊക്കെ ഡിസീസസ് ആണ് ലിവർ ഡിസീസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലിവറിനെ ബാധിക്കുന്ന എല്ലാ ഡിസീസിനും, അസുഖങ്ങളെയൊക്കെ ലിവർ ഡിസീസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അതിൽ തന്നെ അക്യൂട്ട്, അതായത് പെട്ടെന്ന് മഞ്ഞപ്പിത്തം നമ്മുടെ ലിവറിനെ ബാധിക്കുമ്പോൾ മിക്കവാറും ഒരു എവിഡൻ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ സിംറ്റം മിക്കവാറും മഞ്ഞപ്പിത്തമായിരിക്കും. അപ്പം എവിഡൻ്റ് ആയിട്ട് മഞ്ഞപ്പിത്തത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് ചില ഇൻഫെക്ഷൻസ് ഉണ്ട്, ചില ഡ്രഗിൻ്റെ മരുന്ന് കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അക്യൂട്ട് ലിവർ ഡിസീസ് വരാം. അതുകൂടാതെ ക്രോണിക് ഉണ്ട്, അതായത് അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അസുഖം ഇവിടെ വന്ന് 10, 20, 30 വർഷം കഴിയുമ്പോഴേക്കും ലിവർ ചുരുങ്ങി അതിൻ്റെ ഫംഗ്ഷൻ എല്ലാം പോയി കഴിയുമ്പോഴായിരിക്കും സിംറ്റംസ് വരുന്നത്. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ ജോണ്ടിസ് വരുത്തുന്ന വൈറസ് ഇൻഫെക്ഷനും പിന്നെ പലതരം ഇൻഫെക്ഷൻ്റെ കൂടെ മരുന്നുകളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് 1-2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ രോഗിക്ക് അസുഖം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിയും. അതേസമയത്ത് ഈ ക്രോണിക് ആകുമ്പം കാര്യമായ സിംറ്റംസ് ഒന്നുമില്ല, അറിയാതെ പോകും. അപ്പം അങ്ങനെ 2 ടൈപ്പാണ് മെയിൻലി ലിവർ ഡിസീസ് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത് അറിയാതെ പോകുന്നത്? എന്താണെന്ന് വെച്ചാൽ സാധാരണ പലരും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തോന്നുന്നവർക്ക് സഡൻ ആയിട്ടാണ് ഇത് വന്ന് പിടിപെടുന്നത്, പിന്നെ അത് വേഗം തന്നെ പ്രോഗ്രസ് ചെയ്യുന്ന പോലെയൊക്കെ കാണാറുണ്ട്. യെസ്, അതാണ് ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ക്രോണിക് ലിവർ ഡിസീസ് യൂഷ്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാറ്റി ലിവർ, ദെൻ അത് ഫൈബ്രോസിസിലേക്ക് പോകും, പിന്നെ സിറോസിസ്. അത് കഴിഞ്ഞാൽ ആദ്യം ഫൈബ്രോസ് ആകുമ്പോഴേക്കും വലിയ ലിവർ ചുരുങ്ങിയല്ല, ലിവറിൻ്റെ ടിഷ്യൂസ്, അതായത് ലിവറിലെ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം സെല്ല് വരുന്നത് ഹെപ്പറ്റോസൈറ്റ്സ് ആണ്. അവരാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം. ശരിക്കും ലിവർ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്, മെയിൻ പ്രൊഡക്ഷൻ ഫാക്ടറി എന്ന് പറയാം ലിവർ നമ്മുടെ. അപ്പം ഇതെല്ലാം നടക്കുന്നത് ഈ ഹെപ്പറ്റോസൈറ്റ്സിലാണ്. ഈ ഹെപ്പറ്റോസൈറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞ് അവിടെ ഫൈബ്രസ് ടിഷ്യൂ വരുമ്പോഴാണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് കൂടി വരുമ്പോഴേക്കും ചില ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി ഫൈബ്രോസ്ഡ് ആയി പോകുമ്പോഴാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് പോക്കറ്റ്സ് ഓഫ് നോർമൽ ലിവർ ടിഷ്യൂസേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളതിൽ. അതാണ്. പിന്നെ അത് ഏറ്റവും കുറഞ്ഞു വരുമ്പോഴേക്കും നമ്മളുടെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതെ വരും. പിന്നെ ലിവറിനകത്തെ പ്രഷർ കൂടും. ലിവറിനകത്ത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലെ പ്രഷറിനെയാണ് നമ്മൾ സാധാരണ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ലിവറിനും ലങ്സിനും സെപ്പറേറ്റ് വേറൊരു സർക്കുലേഷനും കൂടെ ഉണ്ട്. ലിവറിനെ പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയും. ഈ ലിവർ ചുരുങ്ങി വരുന്നതനുസരിച്ച് ഈ പോർട്ടൽ സർക്കുലേഷനിലെ പ്രഷർ കൂടും. അപ്പോഴാണ് നമ്മൾ ഈ അതിനും ഒരു ബൈപ്പാസ് ആയിട്ട് ബോഡി തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ അന്നനാളത്തിൽ കൂടെ ഉള്ള ബ്ലഡ് വെസലിൽ കൂടെ
ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. അതിനാണ് നമുക്ക് വെരിക്കോസ് ഈ അന്നനാളത്തിൽ ഇങ്ങനെ വെയിൻസ് തടിച്ചു വന്ന് അത് ചിലപ്പം ഒത്തിരി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടി ബ്ലീഡിങ് വരും. കാലയിലൊക്കെ വെരിക്കോസ് വെയിൻസ് പൊട്ടി ബ്ലീഡിങ് വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തുനിന്നും വരും. അതാണ് ഈ എൻഡ് സ്റ്റേജ് പലപ്പോഴും നമ്മുടെ ലിവർ പേഷ്യൻസൊക്കെ ബ്ലഡ് ഒമിറ്റ് ചെയ്ത് മരിക്കാനൊക്കെയുള്ള കാരണം. അതിനകത്ത് പ്രഷർ കൂടുന്നതുകൊണ്ട് പൊട്ടുന്നത് മാത്രമല്ല, ലിവറാണ് നമ്മൾ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ വേണം അതിനല്ല. അതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മേജർ കൺട്രോൾ സ്റ്റേഷനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ലിവറാണ്. അപ്പോൾ അത് കുറഞ്ഞു പോകും. ഈവൻ നമ്മൾ പ്ലേറ്റ്ലെറ്റ് നമ്മളറിയാലോ, ഡെങ്കു ഫീവറൊക്കെ വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയി ബ്ലീഡിങ് വന്ന് പേഷ്യൻ്റ് മരിക്കുന്ന എന്നൊക്കെയുള്ള ഒരു വലിയ പ്രോബ്ലം ആണല്ലോ. ഈ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാക്കാനുള്ള മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഹോർമോൺ ഉണ്ട്, ത്രോംബോപോയറ്റിൻ എന്നും പറഞ്ഞ്. അപ്പം അതിൻ്റെ അളവും കുറഞ്ഞു പോകും. ലിവറാണ് അത് ഉണ്ടാക്കുന്നത്. അത് കുറയുന്ന കാരണം പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു വരും. അപ്പം പേഷ്യൻസിൻ്റെ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിൽ അത് കുറയും. പിന്നെ കുറേ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്, അതുണ്ടാക്കുന്നത് ലിവർ. ഇതെല്ലാം കുറഞ്ഞു വരുമ്പോൾ ബ്ലീഡിങ് വരാനുള്ള കാരണം എൻഡ് സ്റ്റേജിൽ അതും വരും. പിന്നെ ഈ ആൽബുമിൻ, അതാണ് നമ്മുടെ ബ്ലഡിൻ്റെ ആ സർക്കുലേഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു പ്രത്യേകതരം പ്രോട്ടീനാണ്. അത് കുറഞ്ഞു പോകും. വരുമ്പോഴാണ് നീര് വരും. കാലയിലൊക്കെ ആദ്യം നീര് വരും. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞ് കഴിയുമ്പോൾ വയറിനകത്ത് നീര് കെട്ടാൻ തുടങ്ങും. പിന്നെ ലങ്സിൽ എല്ലായിടത്തും നീര് കെട്ടാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. ശരിക്കും ഈ ലിവറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്തെങ്കിലും മുന്നറിയിപ്പായിട്ട് നമുക്ക് കിട്ടുമോ ഈ അസുഖത്തെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ? യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ടല്ലോ, വളരെ നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം ഒരു അൾട്രാസൗണ്ട് സ്കാൻ. നമ്മൾ സാധാ സ്കാൻ പോലെയല്ല. അൾട്രാസൗണ്ട് സ്കാനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേഡിയേഷനോ എക്സ്റേ ഒന്നും വേണ്ട, സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രഗ്നൻസിയിൽ കുഞ്ഞിൻ്റെ എംബ്രിയോ, അതായത് ഏറ്റവും ഏർലി സ്റ്റേജിലുള്ള പ്രഗ്നൻസി സ്റ്റേജിൽ പോലും നമ്മൾ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന, അത് വർഷങ്ങളായിട്ട് അത് പ്രൂവ്ഡാണ്. അപ്പോൾ അതിനകത്ത് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല യൂഷ്വലി. അപ്പോൾ ആ സ്കാനാണ് ഏറ്റവും, അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം വയറിനുള്ളിലായതുകൊണ്ട് ഒരു അബ്ഡോമിനൽ സ്കാൻ ചെയ്താൽ ലിവറിൻ്റെ മാത്രമല്ല, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്, കിഡ്നി, ജെനിറ്റൽ ഓർഗൻസ്, ലേഡീസിലാണെങ്കിൽ ലിവർ, യൂട്രസ്, ഓവറി, പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ്, ബ്ലാഡർ, ഇതിനെക്കുറിച്ച് എല്ലാം ഒരു ഐഡിയ കിട്ടാവുന്ന വളരെ സിമ്പിളായിട്ടും എക്കണോമിക്കായിട്ടും ഉള്ള ഒരു ടെസ്റ്റാണ്. അത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ്. അതിൽ ലിവറിലെ എൻസൈംസിനാണ്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ ഫങ്ഷനിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറേ എൻസൈംസ്, അതിൻ്റെ അവിടെ നീർക്കെട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ബ്ലഡിലേക്ക് യൂസ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് SGOT, SGPT. പിന്നെ ആൽബുമിൻ കുറയാൻ തുടങ്ങും. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ. അത് നോക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും. പിന്നെ ബിലിറൂബിൻ, മഞ്ഞപ്പിത്തത്തിലേക്ക് വന്നിട്ടുണ്ടോ, അതും ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പല ടെസ്റ്റുകൾ വഴി നമുക്കറിയാം. ഏറ്റവും പ്രധാനം LFTയും ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. പിന്നെ നമ്മൾ ട്യൂമറോ മുഴകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ CT സ്കാൻ, MRI, പിന്നെ ക്യാൻസർ ആണെങ്കിൽ PET സ്കാൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളുണ്ട്. വേറെ ഏതൊക്കെ അസുഖങ്ങൾ ഉള്ളവരാണ് ശരിക്കും അവരുടെ ലിവറിന്റെ കാര്യം കൂടെ അന്വേഷിക്കേണ്ടത്? ലിവർ മെറ്റബോളിസത്തിന് കൺട്രോൾ ചെയ്യുന്ന ലിവറാണ്. നമുക്കിവിടെ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ബേസിക്കലി ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മരുന്നുകൾ കൂടുതൽ കഴിക്കുന്നത്. ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് അതിനെ പറയുന്നത്. അപ്പം അതുപോലെ ഒബേസിറ്റി, മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പാർട്ടാണ് ഒബേസിറ്റി. നമ്മുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞ് നമ്മുടെ വെയിറ്റ് കൂടുന്നു. ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നു. യൂഷ്വലി ഓവർ വെയിറ്റ് ഉള്ളവരുടെ മസിലും കുറവായിരിക്കും. അവർ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മസിലും കുറഞ്ഞു പോകും. അപ്പം ഇങ്ങനെയുള്ളവരിൽ നമ്മൾ ലിവർ അസുഖം വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ ഈ അസുഖങ്ങൾ, പിന്നെ ഹാർട്ട് ഡിസീസ്, ഹാർട്ടിൽ ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കാണല്ലോ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്, ഡിസ്ലൈപ്പിഡീമിയ, അതുള്ളവർക്ക് രക്തക്കുഴലിൽ കൊഴുപ്പടി. ഈ ലിവർ കൊഴുപ്പടിയുന്നതും രക്തക്കുഴലിൽ കൊഴുപ്പടിയുന്നതും പാരലലാണ്. അല്ലാതെ അത് രണ്ടും ലിവറിൽ കൊഴുപ്പടിയാൻ തുടങ്ങിയാൽ രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് വന്നോ സ്റ്റെന്റ് ഇടുന്നവർക്കൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവും. നമുക്ക് കാണാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവരിലും ലിവറിന് പ്രോബ്ലം ഉണ്ടാകും. പിന്നെ ഉള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കിന്നിന് പ്രോബ്ലം, അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ, കിഡ്നിക്ക് പ്രത്യേകിച്ച് IgA നെഫ്രോപ്പതി, അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ള പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ മറ്റു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടെ വരാം. അപ്പോൾ ലിവറിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അത് തന്നെ ഫാസ്റ്റ് പ്രോഗ്രസിങ് ആയിട്ടുള്ളതുകൊണ്ട് സ്ലോ പ്രോഗ്രസിങ് ആയിട്ടുള്ളതുണ്ട്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ കൊളഞ്ചൈറ്റിസ്, അതായത് നമ്മുടെ ബൈൽ ഉണ്ടാക്കുമല്ലോ, നമ്മുടെ ലിവർ ഉണ്ടാക്കുന്നതാണ് ഒരു ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ് ബൈൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഗോൾ ബ്ലാഡറിനകത്ത്
സംഭരിച്ചു വയ്ക്കുന്നത്. ഈ ഗോൾ ബ്ലാഡറിനകത്ത് സംഭരിച്ചു വയ്ക്കുന്ന ഈ ലിവറിന് പ്രോബ്ലം വരുമ്പോൾ ഈ ബൈലിന്റെ അതിന്റെ നേച്ചർ തന്നെ അതിന്റെ ഘടകങ്ങളൊക്കെ വ്യത്യാസം വരുമ്പം അങ്ങനെയാണ് ഈ ഗോൾ ബ്ലാഡറിൽ സ്റ്റോണും അവിടെ പോളിപ്പും അതുപോലെ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ക്യാൻസറിലേക്കൊക്കെ ഗോൾ ബ്ലാഡർ പോകുന്നതും ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോബ്ലം ലിവറിനും കൂടെ ഉണ്ട്. ലിവർ ഉണ്ടാക്കുന്ന സാധനം കറക്റ്റ് ആകാതെ വരുന്ന ലിവറിന്റെ ഫംഗ്ഷൻ തെറ്റുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളല്ല, പലപ്പോഴും നമ്മൾ ഈ ഗോൾ ബ്ലാഡറിനാണേലും ലിവറിനാണേലും പ്രോബ്ലം വരുത്തുന്നത് നമ്മുടെ മരുന്നുകളാണ്. ഈ ഡയബറ്റീസും പ്രഷറും ഷുഗറും എല്ലാം ഉള്ളവർ കുറെ മരുന്നുകളും കഴിക്കുന്നുണ്ട്. ഈ മരുന്നെല്ലാം നേരെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ കഴിക്കുന്നു, കഴിച്ചു കഴിഞ്ഞാൽ അത് പോർട്ടൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോർട്ടൽ സർക്കുലേഷൻ, ഒരു സ്പെഷ്യൽ സർക്കുലേറ്ററി സിസ്റ്റം തന്നെയുണ്ട്. അവിടെ നിന്ന് പോർട്ടൽ സർക്കുലേഷൻ നമ്മുടെ, അതായത് ഈ പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വയറിലെ ഇൻഡസ്റ്റൈനകത്ത് ഈ ലൈനിങ്, നമ്മുടെ ഭക്ഷണ ഫുഡ് പൈപ്പ്, ഈ ഫുഡ് പൈപ്പിനുള്ള ഡ്രെയിനേജ്, വെയിൻസ്, അശുദ്ധരക്തം നമ്മൾ പറയും. പക്ഷെ അതിന്റെ കൂടെയാണ് ഈ ഫുഡിന്റെ നമ്മൾ അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻ്റ് എല്ലാം കൂടെ വരുന്നത്. ഇത് നേരെ ലിവറിലേക്ക് പോയി ലിവറിലേക്ക് എല്ലായിടത്തുമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അതിനെ നമ്മുടെ ഈ കഴിച്ച ന്യൂട്രീഷനെ എല്ലാം ശരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ലിവർ നമ്മുടെ ബോഡിക്കകത്ത് കിച്ചൺ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ ഏറ്റവും സെൻട്രൽ ഇതാണല്ലോ കിച്ചൺ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആ പ്രോസസ്സിങ്, നമ്മുടെ ഫുഡിനെ പ്രോസസ്സ് ചെയ്യുന്ന ഏരിയയാണ് ഇന്നതെല്ലാം ലിവറിലാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് നേരെ ലിവറിലേക്കാണ് പോകുന്നത്. ലിവർ ചെന്നിട്ട് അത് ലിവർ എന്താ ചെയ്യുന്നതന്നെ, മരുന്നുകളെ എല്ലാം ലിവർ കാണുന്നത് ടോക്സിൻ ആയിട്ടാണ്. കാരണം ലിവറിനും നമ്മുടെ ബോഡിക്കും വേണ്ടത് ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത എല്ലാത്തിനെയും ടോക്സിൻ ആയിട്ട് അപ്പം അതിനെ നശിപ്പിക്കാൻ നോക്കും. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന മരുന്നിലെ മിക്കവാറും ഒരു 10-15% ഓർ ലെസ് ദാൻ ദാറ്റ് മാത്രമേ നമ്മൾ ബ്ലഡിലേക്ക് ചെല്ലുള്ളൂ. കാരണം അതിനു മുമ്പ് ലിവർ ഇതെല്ലാം നശിപ്പിച്ചു കളയും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനാണ് പറയുന്നത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. അപ്പം നമ്മൾ 500 മില്ലിഗ്രാം പാരസെറ്റമോൾ കഴിച്ചാൽ അതിൻ്റെ ഒരു 50 മില്ലിഗ്രാം പോലും നമുക്ക് ഉപയോഗിക്കാൻ, നമ്മുടെ വേദന കുറപ്പിക്കാനായിട്ട് പുറത്തേക്ക് വരില്ല. അപ്പം എന്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ലിവറിനെ സ്ട്രെയിൻ ആണ്. അപ്പൊ ഇതെല്ലാം കൂടെയാണ് നമ്മളെ ലിവറിനെ കൂടുതൽ ഇപ്പൊ രോഗങ്ങളുള്ള ആൾക്ക് ഓൾറെഡി ഫാറ്റി ലിവർ ഉണ്ടാകും, അതിൻ്റെ കൂടെ മരുന്നും കൂടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ലിവർ ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് ഫാറ്റി ലിവർ തുടങ്ങി അത് ലിവർ ഫെയിലിയറിലേക്ക് എത്തി എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഡയബറ്റീസിന്റെ മെയിൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്നാണല്ലോ കേൾക്കുന്നത്. അതേസമയം ഈ ഫാറ്റി ലിവറും അല്ലെങ്കിൽ ലിവറിന്റെ ഹെൽത്തും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണെന്ന് പറയുന്നു. അത് എത്രമാത്രം ശരിയാണ്? ഈ ഫാറ്റി ലിവറും ഇൻസുലിനും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കഴിക്കുന്ന കൊഴുപ്പെല്ലാം നേരെ ലിവറിലേക്ക് ചെല്ലും. അതുപോലെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി നേരെ ലിവറിലേക്ക് ചെല്ലും. ഈ ലിവറിൽ ആവശ്യമുള്ള ഗ്ലൂക്കോസിന്റെ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് യൂസേജിന് വേണ്ടി അതിനെ ഗ്ലൈക്കോജനായിട്ട് കുറച്ച് മാറ്റും. പക്ഷേ ഗ്ലൈക്കോജൻ ഒത്തിരി ഇല്ല നമ്മുടെ ബോഡിയിൽ, മാക്സിമം 1 kg ഒക്കെ വരുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം ഫാറ്റായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റിനെ എല്ലാം വീണ്ടും ഫാറ്റാക്കി കീപ്പ് ചെയ്യാനായിട്ട് വെക്കും. കീപ്പ് ചെയ്യാനായിട്ട് വെക്കുമ്പം അതിന് ലിവറിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ ലിവറിന് ഒരു കുറച്ചേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ലിവർ അതിനെ നമ്മുടെ ബ്ലഡിലേക്ക് വിട്ട് ബ്ലഡ് അതിനെ അഡിപ്പോസ് ടിഷ്യൂ, നമ്മുടെ സ്കിന്നിനടിയിലും വയറ് എല്ലാ അവയവങ്ങളെയും ചുറ്റി, ഈവൻ രക്തക്കൊള്ളികളെയൊക്കെ ചുറ്റിയുണ്ട് ഫാറ്റ് ഉണ്ട്. ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്യും, അഡിപ്പോസ് ടിഷ്യൂ സ്റ്റോർ ചെയ്യാൻ നോക്കും. പക്ഷെ അഡിപ്പോസ് ടിഷ്യൂ മുഴുവൻ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഡിപ്പോസ് സെൽസ് പറയും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം ഈ സെല്ലിലേക്ക് ഈ ഫാറ്റിനെ കയറ്റാനായിട്ടുള്ള മെയിൻ ഹോർമോണാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെപ്പോസിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇൻസുലിനാണ്. അപ്പം ബ്ലഡിൽ ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോഴോ അല്ലെങ്കിൽ മൊത്തത്തിൽ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ സെക്രീഷൻ കൂടും. അതാണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്നത്. ബേസിക്കലി ഡയബറ്റീസിൽ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ്, 90% ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതിൽ ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ കൂടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അപ്പോൾ എല്ലാവരും ചോദിക്കും പിന്നെ എന്തിനാണ് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ശരിക്കും അതൊരു ലോജിക്കൽ ചോദ്യമാണ്. ശരിക്കും ഇൻസുലിൻ നമുക്ക് ഓൾറെഡി കൂടുതലാണ് പലരിലും. അപ്പം പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഫാറ്റി ലിവറൊക്കെ കൂടാനുള്ള സാധ്യത വീണ്ടും കൂടി വരികയാണ്. കാരണം ഇത് കൂടുതൽ അതുപോലെ ബോഡി വെയിറ്റും കൂടും. ഈ അങ്ങനെ കൂടി വന്നു കഴിയുമ്പോൾ ഈ ലിവറിലെ ഫാറ്റും കൂടെ കൂടുമ്പോഴാണ് ഫാറ്റി ലിവർ കൂടി അത് സിറോസിസിലേക്ക് പോവുകയും സിറോസിസ് അങ്ങനെ പ്രോഗ്രസ് ചെയ്യാനും കാരണം. ശരിക്കും ഈ ലിവറിന്റെ പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ ഫാറ്റി ലിവറിന്റെ പ്രശ്നമുള്ളവർ അവര് പലപ്പോഴും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പിന്നെ ട്രൈഗ്ലിസറൈഡും എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പറയുന്നത് അതിന് കഴിക്കുന്ന മരുന്നുകളെല്ലാം ഈ ലിവറിനെ എഫക്റ്റ് ചെയ്യും നെഗറ്റീവായിട്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്?
ഈ മരുന്നുകൾ കുറയ്ക്കാനാണോ അല്ലെങ്കിൽ ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനാണോ എങ്ങനെയാണ് അതിനൊരു പ്രയോറിറ്റി ആയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് ശരിക്കും മെറ്റബോളിക് സിൻഡ്രോമിന്റെ പാർട്ടാണ് ഒബേസിറ്റി, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ, അതായത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുന്നു, ഫാറ്റി ലിവർ വരുന്നു. പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഹാർട്ട് ഡിസീസ്, അങ്ങനെ പിന്നെ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ഇങ്ങനെ പോകും. പിന്നെ ഇതെല്ലാം ബേസിക്കലി ഒന്നൊന്നിന്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം അതിന്റെ ബേസിക് ട്രീറ്റ്മെന്റ്, ഈ കാര്യത്തിന്റെ എല്ലാത്തിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ്. ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മളുടെ കഴിക്കുന്ന ഫുഡുമായിട്ട് ടാലി ചെയ്ത് പോവുക. പിന്നെ എല്ലാ ന്യൂട്രീഷനും വേണ്ടത് കിട്ടാനായിട്ട് നോക്കണം. കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഏറ്റവും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ലിവറിനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിവറാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. ന്യൂട്രിയൻ്റ് എല്ലാം അവിടെയാണ് വേണ്ടത്. അപ്പം ഏതെങ്കിലും ഒരു ന്യൂട്രിയൻ്റ് എക്സസ് ആയി കഴിഞ്ഞാൽ അത് അവിടെ കെട്ടിക്കിടക്കും. അത് തന്നെയാണ് നമ്മൾ ഫാറ്റി ലിവറിൽ സംഭവിക്കുന്നത്. നമുക്ക് കൂടുതൽ ഫാറ്റ് ബോഡിയിൽ വന്നു അതവിടെ കെട്ടിക്കിടക്കും. ഈ സെയിം തിങ് തന്നെ നമ്മളിപ്പോൾ കോപ്പർ കൂടുതൽ കഴിച്ചാൽ കോപ്പർ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കും. ആഴ്സനിക് ആണോ അല്ലെങ്കിൽ മെർക്കുറി, ഇതൊക്കെ ചെന്നാലും കൂടുതൽ ലിവറിൽ വരും. പിന്നെ നമുക്ക് ബോഡിയിലേക്ക് എല്ലായിടത്തേക്കും അത് മാറ്റി വിടാനായിട്ട് ലിവർ നോക്കും. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ടോക്സിസിറ്റി വന്നാലും നമ്മുടെ ലിവറിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മരുന്നുകൾ കൂടുതൽ കഴിക്കുമ്പോൾ ഇതും നമ്മുടെ ലിവറിനെ ബാധിക്കും. അപ്പം ഈ ഇതെല്ലാം ഡിസീസും അതിനൊപ്പം മരുന്നുകളും കൂടെ കൂടുമ്പം നമ്മുടെ ലിവറിന്റെ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അപ്പം നമുക്കതിന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന സൊല്യൂഷൻ എന്താ? ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക. ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമുക്ക് ഡയബറ്റീസ് വന്നതോ ഹൈപ്പർ ടെൻഷൻ വന്നതോ ഹാർട്ട് ഡിസീസ് വന്നതോ ഒന്നും മരുന്നിൻ്റെയോ അല്ലെ സ്റ്റെൻഡ് ഇടാത്തതിൻ്റെയോ അല്ലെ ബൈപ്പാസ് ചെയ്യാത്തതിൻ്റെ കുറവുകൊണ്ടല്ലല്ലോ. അസുഖം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിതശൈലി തെറ്റായിരിക്കുന്നുണ്ടാ. ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം ആദ്യം നമ്മൾ ഡയബറ്റീസ് ആണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഒന്നും HbA1c 6.4 അല്ലെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ പോലും യൂഷ്വലി ആരും തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാറില്ല യൂഷ്വലി. അപ്പം ഡയറ്റും എക്സസൈസും ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ അത് ഫെയിൽ ചെയ്യുമ്പോൾ, അതായത് ഡയറ്റും എക്സസൈസും ചെയ്യുന്നതിന് ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റില്ല, പേഷ്യന്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അത് HbA1c 8 അല്ലെ 250 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ചെറുതായിട്ടേ ഉള്ളെങ്കിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുന്നു പറഞ്ഞു കാണും. പിന്നെ ചെല്ലുമ്പോൾ അതിലും കൂട്ടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ലിവറിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ മരുന്നുണ്ട്, പക്ഷെ ഫാറ്റി ലിവറിന് മരുന്നില്ല. അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഫൈബ്രോസിസിന് മരുന്നില്ല, സിറോസിസിന് മരുന്നില്ല. അപ്പം പിന്നെ എന്ത് സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലും സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ലിവറിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ക്രോണിക് ലിവർ ഡിസീസ്, അത് ഈ ഫാറ്റി ലിവർ ടു ഫൈബ്രോസിസ് പോകുന്നതിന് ഒരു മരുന്നുമില്ല. നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ ആകെ ചെയ്യാവുന്ന നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് കളയുക. അത് കൊഴുപ്പാണെങ്കിൽ, ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ കൊഴുപ്പിന്റെ ഫോമാറ്റിൽ ടോക്സിൻ കിടക്കുകയാണ്. പിന്നെ അതിലേക്ക് മറ്റുള്ള ടോക്സിനുകൾ അടിയുകയും ചെയ്യും. ഈ എക്സസ് കൊഴുപ്പൊക്കെ കിടക്കുമ്പോൾ അതിനകത്ത് ഈ ഹെവി മെറ്റൽസും നമ്മൾ അങ്ങനെ ടെസ്റ്റുകൾ നോക്കുമ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. യൂഷ്വലി ലിവർ ഡിസീസ് ഒക്കെ ഉള്ളവരോട് നമ്മൾ ഹെവി മെറ്റൽ അസസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം പലരും ആഴ്സനിക്, മെർക്കുറി, ടിന്ന്, അങ്ങനെ പലതും കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് അതൊന്നും കൂടെ പുറത്തേക്ക് കളയാൻ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ. ബേസിക്കലി നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും ഈ ടോക്സിൻസ് ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് മെഡിസിൻസ്. നമുക്ക് ഈ ഡയബറ്റീസിൻ്റെ ഒക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി ഇതൊക്കെ മെഡിസിൻ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ലിവർ ഡിസീസിന്റെ കാര്യം പറയുമ്പോൾ പഴയ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഈ അസുഖം വന്നു തുടങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുന്നത് കുറേ കൂടെ ക്വിക്കായിട്ട് നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ 18 തൊട്ട് 20 വയസ്സ് വരെയുള്ളവർക്ക് വരെ ഫാറ്റി ലിവർ കാണുന്നു. അപ്പം ഈ അവർക്കൊരു 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ പ്രോബ്ലംസ് സീരിയസ് ആയി മാറുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് വേറെ പല അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും എന്താണ് ഈ പേഷ്യൻസ് അറിയേണ്ടത്? ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക്, നമ്മൾ 18-20 വയസ്സൊന്നും വേണ്ട, നമ്മളൊരു 10-12 വയസ്സുള്ള കൊച്ചിൻ്റെ പോലും സ്കാനിങ് നോക്കുമ്പോൾ പലരിലും ഫാറ്റി ലിവർ കാണുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ ഫാറ്റി ലിവർ ഭയങ്കരമായിട്ട് കൂടുന്നു. കുട്ടികളുടെ ഒബേസിറ്റി കൂടുന്ന, അല്ലെ ഓവർ വെയിറ്റും ഒബേസിറ്റിയും കൂടുന്നതിന് പാരലായിട്ടല്ല, ശരിക്കും അതിൽ സ്പീഡപ്പ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാറ്റ് മാത്രമല്ല, നമ്മുടെ ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന ഒരു സംസ്കാരമാണല്ലോ നമുക്കിപ്പോൾ ഉള്ളത്. ഈ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ റിയലി എന്താ, അതിനകത്ത് വെരി ഹൈ കാലറി ആയിരിക്കും. പ്രത്യേകിച്ച് ഷുഗർ, ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രത്യേകിച്ചും ഈ ഡാൽഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്,
ഇത്തരം കാര്യങ്ങളായിരിക്കും. അതായത് ടേസ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വേണ്ടി വരുന്നത് ഉപ്പും മധുരവും ഓയിലും കൂടെ. അതിൻ്റെ കൂടെ കുറച്ച് മൈദയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലൊരു ടേസ്റ്റി സാധനമായി. പിന്നെ അതിനകത്തോട്ട് എന്ത് കെമിക്കൽ ആഡ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് മേക്കറായിട്ടും കൂടി ഇടുന്നതനുസരിച്ചാണ് നമ്മൾ ഇന്നീ കാണുന്ന പേസ്ട്രി എല്ലാം നമ്മൾ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഏറ്റവും കാര്യമായിട്ട് കൊടുക്കുന്ന സ്വീറ്റ്സും പേസ്ട്രീസും എല്ലാം ഇല്ലേ, ഇതിൻ്റെ എല്ലാം ബേസിക് ഇൻഗ്രീഡിയൻറ്റ് ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഷുഗറും. ഇപ്പം ഷുഗറിന് പകരം ഈ ഫ്രക്ടോസ് സിറപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഈക്വൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വലിയ ടാങ്കറിലൊക്കെ വരുന്ന കൂടുതൽ ഇമ്പോർട്ടഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് എൻ്റെ എക്സൈസ് സോഴ്സ് അറിയത്തില്ല. പക്ഷേ കൂടുതലും ഇപ്പം ഈ കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫ്രക്ടോസ് ആണ്. അപ്പോൾ ഈ ഫ്രക്ടോസും കുറേ ലിവറിന് ഭയങ്കര ഡാമേജിങ് ആണെന്നാണ് പറയുന്നത്. ഫാറ്റി ലിവറിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ കോമൺ ഫുഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാം, കുട്ടികൾക്ക് ഫാറ്റി ലിവർ വരുന്ന അത്ഭുതപ്പെടാനില്ല. ഒന്ന്, ഈ ജങ്ക് സാധനങ്ങൾ കഴിക്കുന്നു, അതിനകത്ത് ഒത്തിരി ടോക്സിൻസ് ഉണ്ടാകുന്നു. രണ്ട്, വേണ്ട ന്യൂട്രീഷൻ ഉണ്ടാവുകയില്ല. ലീഫി വെജിറ്റബിൾസും അതുപോലെ പച്ചക്കറികൾ, ഫ്രൂട്ട്സിലൊക്കെയാണ് നമുക്ക് ന്യൂട്രീഷൻ ഉള്ളത്. പക്ഷെ അതൊന്നും നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ജങ്ക് സാധനങ്ങൾ മേടിച്ച് കൊടുക്കുകയും ചെയ്യും. അതിനകത്ത് ഇപ്പം ജസ്റ്റ് കാലറിയും ടേസ്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം അത് കാലറി വേണ്ട, ഓൾറെഡി ഫാറ്റി ലിവറാണ്, അങ്ങോട്ട് കാലറി കൊടുത്താൽ ഈ. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഈ ബേക്കറി ഐറ്റംസിലെല്ലാം വരുന്നത് ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്, ഡാൽഡ പോലെയുള്ളത്. അപ്പം അത് ശരിക്കും നമ്മളുടെ അതൊരു ആർട്ടിഫിഷ്യൽ സാധനമാണ് ആ ഫാറ്റ്. അത് നമ്മുടെ ബോഡിക്ക് അറിയില്ല ശരിക്കും എങ്ങനെ ഇത് പ്രോസസ്സ് ചെയ്യണം. അതുകൊണ്ടും ഇതിനെ ഡംപ് ചെയ്ത് സ്റ്റോറേജിലേക്ക് പോകും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി വണ്ണമൊക്കെ ഉണ്ടാകും, വലിയ തടിയൊക്കെ ഉണ്ടാകും, പക്ഷെ ടയേർഡായിരിക്കും. അതായത് നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിന്, അതായത് നമ്മുടെ റെസ്പിറേറ്ററി ആറോ നമ്മുടെ സെല്ലുലാർ ലെവലിലുള്ള എനർജി യൂസേജിന് അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷന് ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് പോലെയുള്ളതിനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനർജി എവിടെയുണ്ട്, പക്ഷെ ഇത് യൂസ് ചെയ്യാൻ നമ്മളുടെ ബോഡിക്ക് തന്നെ അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ടയേർഡായിട്ടിരിക്കും. അതാണ് ലിവർ ഡിസീസിൻ്റെ ഒരു ഏർലി സ്റ്റേജ്. നമുക്ക് ഒരു സിംറ്റമാറ്റിക് തോന്നുന്നത് ഏറ്റവും ടയേർഡ്നെസ് ആയിരിക്കും. മൊത്തം ഒരു ഒന്നിനും ഒരു എനർജി തോന്നാത്ത അവസ്ഥ, എപ്പോഴും ഒരു സ്ലീപ്പി ആയിട്ട് തോന്നുക, ഇതൊക്കെ ആയിരിക്കും ലിവർ ഡിസീസിൻ്റെ തുടക്കമായിട്ട് നമുക്ക് തോന്നാവുന്നത്, ഈ ഫാറ്റി ലിവറിൻ്റെ ഒക്കെ. ശരിക്കും ഈ ഫാറ്റി ലിവറും പിന്നെ അത് ഒരു 10-15-20 വർഷമാകുമ്പോഴത്തേക്കും ക്രോണിക് ലിവർ ഡിസീസ് ഒക്കെ ആയിട്ട് മാറുന്ന സ്റ്റേജ് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ തുടക്കത്തിൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്? നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിന്റെ കാര്യത്തിൽ ഇപ്പം അക്യൂട്ട് ലിവർ ഡിസീസ് വന്നു, ജോണ്ടിസ് വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവിടുത്തെ ടോക്സിൻ ഒഴിവാക്കി കളയാനും ആന്റിവൈറൽ കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ ക്രോണിക് ലിവർ ഡിസീസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മരുന്നുകളൊന്നുമില്ല. പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ഫൈബ്രോസിസ് ഇതിനൊന്നും മരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർമാർ പലരും കുറച്ചും കൂടെ പലരും അതേക്കുറിച്ച് കമന്റ് ചെയ്യാറ് പോലുമില്ല. എല്ലാവരും പോയി ഒരു പാക്കേജ് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തും. അതിനകത്ത് സ്റ്റേജ് 1 ഉം 2 ആയാൽ പോലും ആരും ബോധർ ചെയ്യല. ഒരു ഇപ്പം പേഷ്യൻ്റ് തന്നെ കണ്ടിട്ട് ചോദിച്ചപ്പോൾ പേഷ്യൻസ് പറയാറുള്ള, ഞാൻ പേഷ്യൻസ് സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്കാണ്, ഫാറ്റി ലിവർ പലരും ഞാൻ അറിഞ്ഞില്ല, അല്ലെ 2 പോലും ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആണെങ്കിലും പേഷ്യൻ്റ് അത് കൺസിഡർ ചെയ്തിട്ടില്ല. 1-2 വർഷം മുമ്പ് നോക്കി സ്കാൻ ആയിരിക്കും, അതിനകത്ത് ഫാറ്റി ലിവർ 1 or 2 ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് അവരോ അവരുടെ ഡോക്ടറോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. ചിലർ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും, ഫാറ്റി ലിവർ ഉണ്ട്, ഗ്രേഡ് 1 ഉണ്ട്, എക്സസൈസ് ചെയ്യാം, എക്സസൈസ് വേണം, ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് പേഷ്യൻ്റ് അങ്ങനെയൊന്നും കൂടുതൽ പേരും അതൊന്നും ബോധർ ചെയ്യാറില്ല. പിന്നെ അടുത്ത വർഷത്തെ വരുമ്പോഴേക്കും അത് ഗ്രേഡ് 2 ഉണ്ടായിട്ടുണ്ടാവും, അപ്പോഴും ബോധർ ചെയ്യല, സിംറ്റം ഒന്നും ഇല്ലല്ലോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകാം, ചിലപ്പോൾ ചിലരെല്ലാവരും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പോലും പോയിട്ടുണ്ടാവില്ല. ഈവൻ അങ്ങനെയും കാണാറുണ്ട്. എല്ലാവരും കുറേ കെട്ട് ടെസ്റ്റുകൾ ഉണ്ടാവും, അതിനകത്ത് വൈറ്റമിൻസിൻ്റെ കുറവുണ്ടാവും, പല പ്രോബ്ലംസും ഉണ്ടാവും. പക്ഷെ അത് പോയി കാണിക്കും, അതിനുള്ള കറക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ പിന്നത്തെ 1-2 വർഷം കഴിയുമ്പോൾ അടുത്ത ചെക്കപ്പ് വരുമ്പോഴേക്കും 3 or 4 എത്തിക്കഴിയുമ്പോഴാണ് പതുക്കെ എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴും മരുന്നില്ല. അപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും, മരുന്നൊന്നുമില്ല, നമുക്ക് നോക്കാം. അപ്പം കാരണം ഒന്നും ഇല്ലാത്തതിന് നമുക്ക് പേടിപ്പിക്കാൻ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഈവൻ കിഡ്നിക്കാണെങ്കിൽ നമുക്കൊരു ഡയാലിസിസ് ഉണ്ട്. ലിവറിന് ഡയാലിസിസ് പോലെയുള്ള അതിനെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ, ലിവറിന്റെ ഫംഗ്ഷൻ ടോക്സിൻ റിമൂവൽ മാത്രമല്ല, ഒരു പാർട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് വേറെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതിനൊന്ന് റീപ്ലേസ് ചെയ്യാൻ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നിയോ, ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് ഡയാലിസിസ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ലിവറോ അങ്ങനെയൊന്നും ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ലിവറിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ കെയർ എടുക്കേണ്ടത്. ലിവറിന്റെ കാര്യത്തിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ഓർഗനാണ്, അത് കംപ്ലൈൻറ്റ് ചെയ്യില്ല. അതാണ് ചെറിയ ഇപ്പം നമ്മുടെ മുട്ടോ ജോയിൻസ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി വേദന വരുമ്പോഴേക്കും കംപ്ലൈൻറ്റ് ചെയ്യും. ലിവർ കംപ്ലൈൻറ്റും പറയാല്ല, ഏറ്റവും സഹിക്കുന്ന
ഒരു ഓർഗനാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളതിന് വേണ്ട ന്യൂട്രീഷൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ പ്രോബ്ലം ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ റീഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അതാണ് കിഡ്നിക്ക് ഇല്ലാത്തൊരു കപ്പാസിറ്റിയാണ്. കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു പരിധി കൂടുതൽ മുമ്പോട്ട് അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷേ ലിവർ ഫെയിലിയറിലേക്ക് പോയി എൻ്റെ സ്റ്റേജ് എത്തിയൊക്കെ പറ്റില്ല. പക്ഷേ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ എത്തിയാൽ നമുക്ക് നമ്മൾ വേണ്ട കെയർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് അത് നോർമൽ അല്ലെങ്കിൽ വേണ്ട ഫംഗ്ഷൻ നമുക്ക് ബോഡിയെ സെർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ലിവറിൻ്റെ ഫങ്ഷൻ എഫക്റ്റ് ചെയ്തേക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഒരു ഡോക്ടറിന് ആകെ ചെയ്യാൻ പറ്റുന്നത് മരുന്നുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും ഡോക്ടർമാർ എന്ത് ചെയ്യും? ബിക്കോസ് അവർക്ക് വേറെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരുമല്ലോ. മരുന്ന് കുറയ്ക്കുന്ന ഞാൻ കാണാറുള്ള പേഷ്യൻസ് ഒന്നും മരുന്നൊന്നും കുറയ്ക്കാൻ ആർക്കും പറ്റുമല്ല. കാരണം പ്രഷർ കൂടിയ സ്ട്രോക്ക് വരും എന്നുള്ള പേടിയിൽ എല്ലാവരും സ്ട്രോക്കിന് മരുന്ന് കഴിക്കും. അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറഞ്ഞ് കൊളസ്ട്രോളിന് മരുന്നുണ്ടാവും, ബ്ലഡ് തിന്നർ ഉണ്ടാവും. ആ ബ്ലഡ് തിന്നറൊക്കെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻസ് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കാരണം ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ലിവറാണ്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മൾ ആസ്പിരിൻ പോലെയുള്ള മരുന്ന് കഴിക്കുന്നത്. അതുപോലെ നമ്മളുടെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ വളരെ എസെൻഷ്യൽ, ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുമ്പോൾ അതിന് ലിവറിന് മരുന്നിൻ്റെ ടോക്സിസിറ്റി കൂടാതെ അത് ലിവറിൻ്റെ വർക്ക് ലോഡും സ്ട്രെസ്സും കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലിവറിൻ്റെ ഇതുള്ളവരും എല്ലാം 10ഉം 15ഉം മരുന്നും 10, 20 ഗുളികയൊക്കെ കഴിച്ച് നടക്കുന്നവരാണ് നമ്മൾ കൂടുതലും കാണുന്നത് എന്നുള്ളതാണ്. ശരിക്കും നമ്മളിപ്പോൾ ഈ ലിവർ ഡിസീസിനെ പറ്റി പറയുമ്പോൾ ഈ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിൽ ആ സ്റ്റേജിൽ ഈ ജീവിതശൈലി കറക്ഷനിലോ അങ്ങനെ എന്തെങ്കിലും വല്ല ഗുണമുണ്ടോ? എന്റെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പയർ പോസിബിലിറ്റി കുറഞ്ഞു പോകും. നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്ത് നമ്മൾ ബോഡി റിപ്പയർ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിന് ബേസിക് ഒരു ഹെൽത്ത് ഉണ്ടാകണം. അതായത് ബേസിക് കിടന്നുകൊണ്ട് എങ്കിലും എക്സസൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. പിന്നെ ഭക്ഷണം കഴിക്കാനും അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർ വേണം ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ. ലിവറിൻ്റെ ഫങ്ഷൻസ് കുറയുന്നതനുസരിച്ച് പ്രോസസ്സിങ് കപ്പാസിറ്റി കുറയും. അതുകൊണ്ട് ലേറ്റ് ആക്കാനിരിക്കാതെ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ഫാറ്റി ലിവർ സ്റ്റേജ് 1ൽ തന്നെ അത് കണ്ടുപിടിച്ചാൽ സ്വയം കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ രോഗങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സെൽഫ് നടക്കുകയില്ല. ഇപ്പം ഞാൻ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫാറ്റി ലിവർ കാണാറുണ്ട്. സ്റ്റേജ് 1ഉം ഈവൻ 5 സിറോസിസും 4th സ്റ്റേജൊക്കെ എത്തിയവർക്ക് പോലും 4th സ്റ്റേജിലുള്ളവർ പോലുമാണ് വില്ലിങ് ആണെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റുകയും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് ലിവറിൻ്റെ ഒരു പ്രത്യേകത. അതാണ് നമുക്ക് ഏറ്റവും ഒരു സമാധാനം തരുന്ന ഒരു കാര്യം ശരിക്കും ലിവറിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. എന്ന് കരുതി ലേറ്റായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. കഴിയുന്ന നേരത്തെ തുടങ്ങി കണ്ടുപിടിക്കാനും നോക്കുക. കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കറക്റ്റ് ചെയ്യാനും നോക്കുക. ഇപ്പോൾ നിലവിൽ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയുന്നത് അതൊരു ഡിസീസായിട്ട് കണക്കിൽ എടുക്കാറില്ല, ജസ്റ്റ് ഒരു ഫൈൻഡിങ് ആയിട്ട് ഇങ്ങനെ പറയും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ എന്താണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ? ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ലിവർ ഡിസീസിന് പ്രത്യേകിച്ച് ഫാറ്റി ലിവർ അതിൻ്റെ പ്രോഗ്രഷനായിട്ട് വരുന്ന ഫൈബ്രോസിസും സിറോസിസും ഇവയെല്ലാം ജീവിതശൈലി ക്രമീകരണത്തിനാണ് ഇമ്പോർട്ടൻസ്. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ലിവറാണ് നമ്മളുടെ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നത്, ഫുഡും എനർജിയെ മാനേജ് ചെയ്യുന്നത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെയും നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ലിവർ. നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം നേരെ ലിവറിലേക്ക് പോകുന്നു. അതിന് വേണ്ട രീതിയിൽ ലിവർ പാകപ്പെടുത്തി വേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ഓൾമോസ്റ്റ് 500 ഐറ്റംസ് ലിവർ വേണ്ട സമയത്തനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബേസിക്കലി ഒരു മരുന്ന് നമുക്കില്ല. ലിവറിന് തുടക്കത്തിലാണേലും ഫാറ്റി ലിവറിലാണേലും എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിനാണേലും ഡയറക്റ്റ് ക്ലിയർ ചെയ്യാനുള്ള ഒരു മരുന്നില്ല. പിന്നെ ഇപ്പം വൈറൽ ഇൻഫെക്ഷനൊക്കെ എന്തെങ്കിലും വന്നിട്ടാണ് ചിലതിന് ആൻറ്റിവൈറലൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അത്ര ഇഫക്റ്റീവ് ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ഇതിനൊന്നും ഇഫക്റ്റീവ് ആൻറ്റിവൈറൽ മെഡിക്കേഷൻ ഒന്നുമില്ല. അത് ലോങ് ടൈം കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് തന്നെ വരും. പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മൾ ഈ നോൺ ആൽക്കഹോളിക്, നമുക്കറിയാം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം അത് ആൽക്കഹോൾ കൊണ്ടാണെന്ന്. അതുപോലെ ആൽക്കഹോൾ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഈ അന്നജം, അരി, ഗോതമ്പ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഫ്രൂട്ട്സിനകത്താണേലും അരിയും ഗോതമ്പിലും എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് എക്സസ് ആകുന്നതും അതുപോലെ കൊഴുപ്പ് എക്സസ് ആകുന്നതും. ഈ കൊഴുപ്പിൽ തന്നെ നമ്മൾ ഈ നട്ട്സും ഒക്കെ കഴിക്കുമല്ലോ. അപ്പം നമ്മൾ എല്ലാവർക്കും ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ഓയിൽ സീഡ്സും ഓയിലും നട്ടും ഒക്കെ നമുക്ക് വളരെ ഫ്രീലി അവൈലബിൾ ആണ്. അതപ്പം വെരി ടേസ്റ്റിയാണ്, നമ്മൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും.
അപ്പം ഈ ഫാറ്റ് എല്ലാം കൂടെ നമ്മളുടെ ലിവറിലേക്ക് പോകും. ഈ ഫാറ്റ് തന്നെ എന്തുതരം ഫാറ്റ് എന്നനുസരിച്ചും കൂടെ ആയിരിക്കും നമ്മളുടെ ലിവറിന്റെ ഡാമേജ് വരുന്നത്. അതായത് നമ്മൾ omega-3 ഫാറ്റ് ഉണ്ട്, omega-6 ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് പിന്നെ ട്രാൻസ് ഫാറ്റും കൂടുതലായിരിക്കും, നമ്മുടെ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാൽ കൂടുതൽ ഡാമേജിങ് ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനേറ്റഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്. നാച്ചുറൽ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ ഈ തേങ്ങയിലൊക്കെ ഉള്ള അത്രയും ദോഷം ചെയ്യല്ല, കാരണം അതിനെ ബോഡിക്ക് ഈസി ആയിട്ട് എനർജി ആയിട്ട് മാറ്റാം. പക്ഷേ ഈ ഹൈഡ്രജനേറ്റഡ്, നമ്മൾ ഈ ഡാൽഡ പോലെയുള്ള ഇങ്ങനെ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ബേക്ക്ഡ് ഐറ്റംസിനൊക്കെ ഉപയോഗിക്കുന്നതിന് അത് നമ്മുടെ ബോഡിക്ക് പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു ഡാമേജ് വരുത്തുന്ന കാര്യം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, നമ്മൾ ഈ ഷുഗറും അതുപോലെ ഈ ഫ്രക്ടോസ് സിറപ്പൊക്കെ യൂസ് ചെയ്ത് മധുരം കൂടുതൽ വരുന്നതും, പിന്നെ ഇവൻ ചോറ് പോലെയുള്ള സാധനങ്ങൾ കൂടുതൽ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളെ ഡാമേജിങ് ആണ്. അപ്പം അത് ഒഴിവാക്കുക. ഒപ്പം തന്നെ പിന്നെ കൂടുതൽ ഡാമേജ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നാണ്. നമ്മൾ കഴിക്കുന്ന മരുന്നെല്ലാം ലിവറിലേക്കാണല്ലോ പോകുന്നത്. അപ്പം ലിവർ വേണം അതിനെല്ലാം ഡീറ്റോക്സിഫൈ ചെയ്യാൻ. അപ്പം അതിൻ്റെ സ്ട്രെസ്സും ലിവറിന് വരും. അപ്പം നമ്മൾ കഴിക്കുന്ന എക്സസ് ഫുഡ് കഴിക്കുക, അത് കഴിച്ചിട്ട് ഡയബറ്റീസ് ഷുഗർ കൂടി കഴിയുമ്പോൾ നമ്മൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുന്ന, ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് നമ്മുടെ ഫുഡ് ഫാറ്റ് കൂടുന്നതുകൊണ്ടാണ്. അപ്പം അതിന് എന്നിട്ട് നമ്മൾ മരുന്നും കൂടെ കഴിക്കും. അപ്പം ആവശ്യത്തിൽ കൂടുതൽ ഫുഡും കഴിക്കും, അത് കഴിഞ്ഞിട്ട് അതിനെ കോമ്പാക്ട് ചെയ്യാനായിട്ട് നമ്മൾ മരുന്നും കൂടെ കഴിക്കും. ഇതെല്ലാം കൂടെ നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യിപ്പിക്കുന്നു. പല ഫാറ്റി ലിവറും ലിവർ ഡിസീസൊക്കെ ഉള്ള രോഗികൾ, അവരുടെ മനസ്സിൽ അവർ ഈ ഫാറ്റി ലിവറിനും ലിവർ ഡിസീസിനൊക്കെ മരുന്ന് കഴിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം പല ഗുളികകളും ടോണിക്കും അങ്ങനെ പലതും കൊണ്ട് അവരൊക്കെ വിശ്വസിക്കുന്നത് അവർ ഇതിനു വേണ്ടി കഴിക്കുന്ന ഈ ഫാറ്റി ലിവറിനും ലിവർ ഡിസീസിനും കഴിക്കുന്നതാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ അവരെന്താ അറിയേണ്ടത്? ആയുർവേദത്തിലെ മരുന്നുകൾ എങ്ങനെ ബെനിഫിറ്റ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. നമുക്ക് ട്രഡീഷണൽ നമ്മൾ കേട്ടിട്ടുണ്ട് കിഴാനെല്ലിയൊക്കെ പോലെയുള്ളത് ലിവറിന് നല്ലതാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു ഒപ്പീനിയൻ പറയാൻ എനിക്കറിയില്ല. മോഡേൺ മെഡിസിനിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബൈൽ സോൾട്ടാണ്. ബൈൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന സെക്രീഷൻ ഉണ്ടല്ലോ, ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട്, അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കും. അത് തന്നെ ടാബ്ലറ്റ് ഫോമിലും ഉണ്ട്, ഡിയോക്സിക്കോളിൻ എന്നൊക്കെ പറഞ്ഞ്. മോഡേൺ മെഡിസിൻ ആയിട്ട് വരുമ്പോൾ അത് ടാബ്ലറ്റ് ഫോമിലാക്കിയതുണ്ട്. അല്ലാതെ ഈ വോക്സ് ബൈൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ നാച്ചുറോപ്പതി അങ്ങനത്തേത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പം അങ്ങനെ ഓക്സ് ബൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പശു കാള അങ്ങനത്തെ ഇതിനകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതും ഉണ്ട്, ടാബ്ലറ്റ് ഫോമിൽ കിട്ടുന്നത്. ഇതാണ് നമുക്ക് സാധാരണ കൊടുക്കാവുന്ന ഏക മരുന്നായിട്ടുള്ളത്. അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബൈൽ സോൾട്ട് നമ്മുടെ ലിവറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ആർട്ടിഫിഷ്യലി അങ്ങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലിവറിന് അത്രയും വർക്ക് ലോഡ് കുറഞ്ഞ് കിട്ടുമല്ലോ. അതാണ് സിമ്പിൾ ലോജിക്ക് അതിനകത്ത്. ഇപ്പം നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ഇല്ലാതെ വരുമ്പോൾ തൈറോക്സിൻ സപ്ലിമെൻ്റ് ചെയ്യുന്ന പോലെ ലിവറിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ കുറവാണ്. പക്ഷെ ബാക്കി ഇപ്പം ആൽബുമിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് സാധാരണ കൊടുക്കാൻ പറ്റില്ല. എൻഡ് സ്റ്റേജിൽ അതാണ് ലിവർ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഇത് ആൽബുമിനാണ്. അപ്പം ആൽബുമിൻ ട്രിപ്പായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വെരി എക്സ്പെൻസീവ് ആണ്. ഒരു ഇഞ്ചക്ഷൻ തന്നെ ഒരു ട്രിപ്പ് 50 ml. സോ സ്മോൾ ക്വാണ്ടിറ്റിക്ക് തന്നെ ഒരു 5,000 റുപ്പീസൊക്കെ അത് ഓരോ കാലത്തൊക്കെ ഇത്ര ചേഞ്ച് വരുന്നുണ്ടാവും. എന്നാലും അത്ര കോസ്റ്റ്ലിയാണ്. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഈ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് ഒക്കെ പേഷ്യൻസിന് കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട് കുറച്ച് ദിവസത്തേക്ക്. അതിൻ്റെ ഇഫക്റ്റ് തീർന്നു കഴിയുമ്പോഴേക്കും വീണ്ടും ട്രിപ്പ് ഇടേണ്ടി വരും. പിന്നെ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് നമ്മുടെ ബ്ലഡിൽ നിന്ന് ആ പ്ലാസ്മ മാത്രമായിട്ട്, അതിനകത്ത് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഫാറ്റി ലിവർ സ്റ്റേജിൽ ആകെ ഈ ബൈൽ സപ്ലിമെൻറ്റ്സ് ആണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. എൻഡ് സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ ആൽബുമിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാസ്മ ഉപയോഗിക്കാം, ബ്ലീഡിങ് ഉള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. അതുകൂടാതെ ഇപ്പോൾ ഒരു പുതിയ മെഡിസിൻ, ആക്ച്വലി ഇന്ത്യയിൽ അത് അപ്രൂവ്ഡ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാസ്റ്റ് ട്രാക്കായിട്ട് FDA അപ്രൂവ് ചെയ്ത് അമേരിക്കയിൽ കൊടുക്കുന്ന ഒരു പുതിയ മെഡിസിൻ ഉണ്ട്. അതിന് എൻഡ് സ്റ്റേജിനോ സിവിയർ ഫാറ്റ് ഡിസീസ് ലിവർ ഡിസീസിനൊന്നും അത് കൊടുക്കാൻ പറയുന്നില്ല. ഓൺലി ഇൻ ദി ഏർലി സ്റ്റേജ് ലിവർ ഡിസീസ്, ഫാറ്റി ലിവർ 1 or 2 കൊടുക്കാം. പക്ഷെ അതിന് ഈ മരുന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റ് ലിവർ ടോക്സിസിറ്റിയാണ്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മരുന്ന് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുണ്ട്. ശരിക്കും അതൊരു തൈറോയിഡ് റിസപ്റ്റർ അഗനിസ്റ്റ് ആണ്. ഈ തൈറോയ്ഡ് ഹോർമോണിനെ പോലെ തൈറോയ്ഡ് റിസപ്റ്ററിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യണം. അത് ഏത് രീതിയിലാണ് നമ്മളെ തൈറോയ്ഡ് ഹോർമോൺ ആണല്ലോ ഈ സ്റ്റിമുലേറ്റ് ആ ഒരു അഗ്നിസ്റ്റ്. അത് ശരിക്കും അത് തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവലിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ബട്ട് അത് ഫാറ്റി ലിവറിന് വേണ്ടിയിട്ട് ഇപ്പം അപ്രൂവ് ചെയ്തിരിക്കുന്നു, ഫാസ്റ്റ് ട്രാക്കിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നു. അതായത് ഫാസ്റ്റ് ട്രാക്കിൽ അപ്രൂവ് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ക്ലിയർലി സ്റ്റഡി ചെയ്തിട്ടില്ല. വേറെ മരുന്നില്ലാത്ത രോഗങ്ങൾക്ക് മരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളതിന് ഏതെങ്കിലും പുതിയ ഡെവലപ്പ് വന്നാൽ അതിന് ഫാസ്റ്റ് ട്രാക്ക് അപ്രൂവൽ കൊടുക്കുക എന്നുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റും ലിവർ ടോക്സിസിറ്റിയാണ്. അപ്പോൾ അതും സിവിയർ ഡിസീസ് ഉള്ളവർക്ക് അത് പറ്റുകയില്ല. അപ്പം ലൈറ്റായിട്ട് ഡിസീസ് ഉള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ ആ മെഡിസിന് തന്നെ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല ശരിക്കും നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ മരുന്നിന്റെ കാര്യം പറയുമ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു മരുന്നില്ലാത്ത ഒരു അസുഖമാണെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സാങ്ഷൻ പോലെയാണ് അവർ ഈ ചെയ്യുന്നത്. വേറൊരു മരുന്നും ഇല്ല അതിന്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ഫാസ്റ്റ് ട്രാക്കിംഗ് നടത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഫാറ്റി ലിവറിന് ശരിക്കും വേറെ മരുന്നില്ല എന്ന് ആണ് അംഗീകരിക്കുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെയും ഈ ഫാറ്റി ലിവറിന് ട്രീറ്റ്മെൻറ്റിന് ഇങ്ങനെ ആശുപത്രികളിൽ ചെല്ലുന്നത് എന്ത് മനസ്സിലാക്കിയ? മനുഷ്യര്, കോമൺ മാൻ, സാധാരണ എല്ലാവരും, ഈവൻ ഡോക്ടേഴ്സ്, ഇപ്പം ഡോക്ടേഴ്സിന് പോലും അവരവരുടെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് അറിയത്തുള്ളൂ. ഇപ്പം ഒരു കാർഡിയോളജിസ്റ്റിന്റെ ലിവറിന്റെ കാര്യം അറിയത്തില്ല. കാർഡിയോളജിസ്റ്റിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ നേരെ ഫ്രണ്ട്സും കൊളീഗ്സും ഉണ്ടാവും, ഹെപ്പറ്റോളജിസ്റ്റ് ഉണ്ടാവും, നേരെ ഹെപ്പറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പം ഹെപ്പറ്റോളജിസ്റ്റിന് അല്ലെ ലിവറിന്റെ സ്പെഷ്യലിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ കയ്യിലുള്ള സാധനങ്ങളല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വെരി റിച്ച് മാൻ ഒരു ഹെപ്പറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എനിക്ക് ഫാറ്റി ലിവറുണ്ട്, എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെപ്പറ്റോളജിസ്റ്റ് എല്ലാം സ്പെഷ്യലിസ്റ്റാണല്ലോ. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് മരുന്നായിട്ട് കൊടുക്കാൻ എന്താ ഉള്ളത്? നമുക്ക് ഇപ്പോൾ അമേരിക്കയിൽ പുതിയ മരുന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഇല്ല. അവൻ നാച്ചുറലി പുതിയ മരുന്നാകുമ്പോൾ വെരി കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷെ അയാൾക്കത് അഫോർഡ് ചെയ്യാം. അപ്പം അദ്ദേഹം അറിയുന്നില്ല ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്താണെന്നും. ആ പുതിയ മരുന്നാണ്, വില കൂടിയ മരുന്നാകുമ്പോൾ എല്ലാവരുടെയും വിചാരം ആ മരുന്നിന് വലിയ സൈഡ് ഇഫക്റ്റ്, വില കൂടിയതാണല്ലോ, അപ്പോൾ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പം പൈസ അഫോർഡ് ചെയ്യാൻ പറ്റും, അത് മേടിച്ച് കഴിക്കാൻ നോക്കും. ആ ഒരു ട്രെൻഡാണ് എല്ലാത്തിനും. പിന്നെ സാധാരണ മനുഷ്യരെല്ലാം തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഡേൺ മെഡിസിൻ ഒത്തിരി പുരോഗമിച്ചു, അതുകൊണ്ട് എല്ലാത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈഫ് സ്റ്റൈലൊന്നും നോക്കുക അതിനൊന്നും വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് പൈസ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പണക്കാരായിട്ടുള്ളവർ നന്നായിട്ട് കുറച്ച് ഇതുണ്ട്. ഈവൻ കോമൺ മാൻ, നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. പക്ഷെ ലിവറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻഷുറൻസ് കൊണ്ടൊന്നും നമുക്ക് കാര്യമായിട്ട് ബെനിഫിറ്റ് ഇല്ല എന്ന് ഓർക്കണം. കാരണം എൻ്റെ സ്റ്റേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ചെയ്യാവുന്ന ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് വെരി റിസ്കി പ്രൊസീജിയറാണ്. കാരണം ലിവറിനെ തന്നെ മാറ്റി കിഡ്നിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കിഡ്നി മാറ്റുകയല്ല, അതിൻ്റെ കൂടെ വേറൊരു കിഡ്നി, തേർഡ് കിഡ്നി നമ്മൾ പെൽവിസ് നമ്മൾ താഴെ കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യുന്നൊന്നേ മാത്രമേ ഉള്ളൂ. ലിവറിൻ്റെ കാര്യത്തിൽ അങ്ങനെ കൊണ്ട് വെക്കാൻ പറ്റില്ല. ഉള്ള ലിവറിനെ എടുത്ത് കളഞ്ഞേച്ചിട്ട് വേണം വെക്കാനായിട്ട്. കിഡ്നിയുടെ കാര്യത്തിൽ ഫെയിൽ ചെയ്താലും നമുക്ക് ഡയാലിസിസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അവിടെയും പേടിക്കണ്ട. അപ്പം ഈവൻ സർജറി ഫെയിൽ ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്ന്, കാരണം ഡയാലിസിസ് ചെയ്യാമല്ലോ. പക്ഷെ ലിവറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലിവർ ഇല്ല, ഡയാലിസിസ് പോലെയുള്ള ഒരു പ്രൊസീജിയർ നടക്കുകയില്ല. ലിവർ സക്സസ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലിയറിലേക്ക് പോയാൽ ഡെത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ സക്സസ് ആയാൽ തന്നെ അതും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ബിക്കോസ് നമ്മൾ ജീവിതകാലം മുഴുവൻ
വെരി ഹെവി ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻസ് കഴിക്കണം. ഈവൻ ലിവറിന് വേണ്ടി കിഡ്നിക്ക് വേണ്ടിയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വേണം. കാരണം ലിവറിൽ അത്രയധികം പ്രോട്ടീൻസും അത്ര ജനറ്റിക് എക്സ്പ്രഷൻ കൂടുതലാണ്. അപ്പം അതിനെ റിജക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടി വരും. അപ്പം അതിൻ്റേതായ സൈഡ് ഇഫക്റ്റ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫെക്ഷൻസ്, ഈവൻ ക്യാൻസർ. അപ്പോൾ കാരണം ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസും കൂടെ കയറി വരാം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിവറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ലിവർ ഒരു കംപ്ലൈൻറ്റും പറയാത്ത ഓർഗനാണ്. എത്ര ഇത് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ക്ഷീണം മാത്രമായിരിക്കും. ലിവർ ഡിസീസിന് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആകെ ഒരു ക്ഷീണം മാത്രമായിരിക്കും ഉണ്ടാകുക ആദ്യത്തെ സ്റ്റേജിലൊക്കെ. അങ്ങേയറ്റം എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ബ്ലഡ് ഛർദ്ദിക്കാനോ അല്ലെ ബ്ലീഡിങ് പ്രശ്നങ്ങൾ വരാനും, അല്ലെങ്കിൽ ഇപ്പം ചിലർക്ക് നല്ല ഒബേസിറ്റി ഉള്ളവർക്ക് ആകെ ഒരു അപ്പർ അബ്ഡോമൻ്റെ അവിടെ, അതായത് വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ഒരു വേദന വരാം. പിന്നെ വയറിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കും. ഗ്യാസ് കെട്ടുന്ന പോലെ, ഡൈജഷൻ ശരിയാകുന്നില്ല എന്ന് തോന്നലും, ക്ഷീണം, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ലിവർ. അതൊക്കെ നമ്മൾ അതങ്ങനെ അങ്ങ് കുഴപ്പമില്ല, അത് ഭക്ഷണത്തിൻ്റെ ആയിരിക്കും, ഗ്യാസാണ്, അങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്യാതെ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് സ്കാൻ ചെയ്ത് നോക്കുക. ലിവർ എൻസൈംസ് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. എൻസൈംസ് കൂടിയിട്ടുണ്ടെങ്കിൽ മോർ ഡേഞ്ചറാണ്. ഫാറ്റി ലിവർ അതിനൊപ്പം എൻസൈംസും കൂടി കൂടിയിരിക്കുകയാണ്, SGOT SGPT ഒക്കെ കൂടിയിരിക്കുകയാണെങ്കിലും അതും ഡേഞ്ചറാന്ന് ഓർക്കണം. പിന്നെ എൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും SGOT SGPT കൂടണമെന്നുമില്ല. കാരണം ഹെപ്പറ്റിക് സെൽസ്, ഇൻഫ്ലംഡ് ഹെപ്പറ്റിക് സെൽസിൽ നിന്ന് പുറത്തു വരുന്ന ഇതാണ് ഈ SGPT SGOT ഒക്കെ, ആ എൻസൈംസ്. അതിൻ്റെ ലിവർ സെല്ല് കുറയുന്നതോടുകൂടി അതും തീരെ കുറഞ്ഞു പോകും. അപ്പം എൻഡ് സ്റ്റേജ് ആണെങ്കിൽ അത് പറയുകയില്ല. അപ്പം നമ്മൾ നേരത്തെ അവിടെ ഒന്നും എത്തിക്കാതെ ഇരിക്കുക. നമുക്കിത് ടോട്ടലി പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള അസുഖമാണെന്ന് മനസ്സിലാക്കുക. പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. നേരത്തെ കണ്ടുപിടിക്കുക, അത് റിവേർട്ട് ചെയ്യാൻ നോക്കുക. അത്രയും മാത്രം മതി ശരിക്കും. അപ്പോൾ അതിൻ്റെ അവയർനെസ് എല്ലാവരിലേക്കും ഉണ്ടാകുക. അതിൽ നമ്മൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റേജ് വരെ വെച്ചുകൊണ്ടിരുന്ന ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ടും നീര് കെട്ടിയിട്ടും അല്ല നമ്മൾ ലിവർ ഡിസീസ് ട്രീറ്റ് ചെയ്യേണ്ടത്. നേരത്തെ കണ്ടുപിടിക്കുക, അതനുസരിച്ച് നമ്മൾ കറക്ഷൻ ചെയ്യുക. ശരിക്കും ഈ സ്റ്റാറ്റിൻസും അതുപോലെ തന്നെ ഡയബറ്റീസ് മെഡിക്കേഷൻസും ഇൻസുലിൻ സെൻസിറ്റൈസിങ് മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വിചാരം ആ മെഡിസിൻസ് ശരിക്കും അവരുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ്. അതേസമയം അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇപ്പോൾ ഒരു കൊളസ്ട്രോൾ ഇല്ലാതെ അതേപോലെ തന്നെ ഡയബറ്റീസും ഇല്ലാത്ത ഒരാൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആരോഗ്യം, ലിവറിൻ്റെ ആരോഗ്യം നന്നാവുമോ? അല്ല, ഈ ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും കൊളസ്ട്രോൾ ഇല്ല, അയാൾക്ക് ഷുഗറിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ അയാൾക്ക് ലിവറിൻ്റെ ഫാറ്റി ലിവർ മാത്രമേ ഉള്ളൂ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാറ്റിൻസും അതുപോലെ ഈ ആൻറ്റി ഡയബറ്റിക് മെഡിക്കേഷൻസ് കൊണ്ട് ഗുണമുണ്ടാവുമോ? ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഇൻസുലിൻ സെൻസിറ്റൈസർ, മെറ്റ്ഫോമിൻ പോലെയുള്ള മരുന്നും സ്റ്റാറ്റിനും ആയിരിക്കും. അപ്പം ബേസിക്കലി ഈ ലിവറിൻ്റെ പ്രോബ്ലം ഉള്ളപ്പം നമ്മൾ സ്റ്റാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബോഡിയുടെ റിപ്പയർ വർക്കിനും നമ്മളുടെ ഒരു സെല്ലുലാർ ലെവലിൽ ഇതൊരു സ്കെലിറ്റൻ പോലെ വർക്ക് ചെയ്യുന്ന വേണ്ട ഒരു സാധനമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ പ്ലാന്റിലൊക്കെ സെല്ലുലോസ് ഉണ്ട്. പ്ലാന്റ് സെല്ലുകൾക്ക് ഷേപ്പ് കൊടുക്കുന്ന സെല്ലുലോസാണ്. അപ്പം ആനിമൽസിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണാറുണ്ട് കൊളസ്ട്രോൾ ഫ്രീ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ. ഒരു പ്ലാന്റിലും കൊളസ്ട്രോൾ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഓൺലി ആനിമൽ പ്രോഡക്ട്സിലാണ് കൊളസ്ട്രോൾ വരുന്നത്. ഇപ്പോൾ ഗീയിലുണ്ടാകും, പക്ഷെ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. ഗീയിലുണ്ടാകുന്നത് ആനിമൽ പ്രോഡക്റ്റാണ്. അതുപോലെ ഈ ആനിമൽ ഫാറ്റിലും അതുപോലെ ആനിമൽ മീറ്റിലും അങ്ങനത്തേലും എഗ്ഗിലൊക്കെ നന്നായിട്ട് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം ഈ കൊളസ്ട്രോൾ നമ്മളൊരു എസെൻഷ്യൽ വേണ്ട സാധനമാണ്. എസെൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം എസെൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതന്നെയാണ്. നമ്മളുടെ ജസ്റ്റ് ഫാറ്റിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ലിവറാണ്. കാരണം ലിവറാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇപ്പം നമ്മുടെ കൊളസ്ട്രോള് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെങ്കിൽ വേണം, സെക്സ് ഹോർമോൺസ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. പിന്നെ മിനറലോക്കോർട്ടിക്കോയിഡ്, സ്റ്റീറോയിഡ്സ്,
ഇതൊക്കെ സ്റ്റിറോയിഡ് ഹോർമോൺസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് കൊളസ്ട്രോൾ വേണം. അപ്പം അങ്ങനെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഈ കൊളസ്ട്രോളിനെ ഏറ്റവും ഉണ്ടാക്കി കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ലിവറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിവറിൽ നിന്ന് അത് മറ്റേ ഓർഗനിലേക്ക് കൊണ്ടുപോകുന്ന ഇതാണ് LDL എന്ന് പറയുന്നത്. LDL വെച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം എല്ലായിടത്തോട്ടും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫാറ്റാണേലും കൊണ്ടുപോകാനുള്ള ഇതാണ്. അപ്പം അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ലിവർ ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് നമ്മൾ കൊളസ്ട്രോളിൻ്റെ നമ്മൾ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിൻസ് ഉപയോഗിക്കുന്നത് അത് ലിവറിൻ്റെ സ്ട്രെയിൻ വർദ്ധിപ്പിക്കും. അപ്പം ഇപ്പം പല യൂറോപ്യൻ ഇവിടെ നമുക്ക് മിക്കവാറും പ്രിസ്ക്രിപ്ഷൻ മെഡിസിനും അങ്ങനെ തമ്മിലുള്ള വലിയ ഡിഫറൻസിയേഷൻ ഇല്ല. യൂഷ്വലി കൊളസ്ട്രോളൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ്, എന്നാലും നേരെ കിട്ടുമല്ലോ. ഇവിടെ ആണെങ്കിലും കിട്ടും, മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ വേണ്ട, അത് പോയി കടയിൽ പോയി മേടിക്കണമെങ്കിൽ. അപ്പം പക്ഷെ അവരുടെയൊക്കെ പല രാജ്യങ്ങളിലും ഇതിന് വാണിംഗ് കൊടുക്കുന്നുണ്ട്, ലിവർ പ്രോബ്ലം ഉള്ളവർ ഇത് കഴിക്കുന്നത് സൂക്ഷിക്കണമെന്നും. ശരിക്കും ഒരു മരുന്ന് നമ്മൾ ലിവറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ശരിക്കും ലിവറിനെ സേഫ് ഗാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മരുന്നുകൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു മുറിവുണ്ടായാൽ അണുബാധ ഉണ്ടാകാതിരിക്കാൻ ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മളൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള അത്യാവശ്യ സിറ്റുവേഷനുകളിലാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത്. അല്ലാതെ ജീവിതശൈലി രോഗങ്ങൾക്ക് എല്ലാ ദിവസവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ എത്ര വർഷങ്ങളായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 100 years ആയി ഇപ്പം നമ്മൾ ഈ മോഡേൺ മെഡിസിൻ, ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും അതിൻ്റെ ഗ്രോത്തും ടു മെനി മെഡിസിൻസ് വരാൻ തുടങ്ങിയത് ലാസ്റ്റ് 100 years ആണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് 75 to 50 years ആണ് ഇത് ഏറ്റവും കൂടുതൽ. അതിനകത്ത് പ്രൂഡാണ് നമ്മൾ ഈ മരുന്നുള്ള നമ്മൾ ഡയബറ്റീസ് ആർക്കെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് മാറിയിട്ടുണ്ടോ? ഇന്നേ വരെ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് മെറ്റ്ഫോമിൻ കഴിച്ചോ ഒന്നും മാറുന്നില്ലല്ലോ. ആർക്കെങ്കിലും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതവർ ഡയറ്റും കൂടെ നോക്കിയിട്ടാണ്. ഡയറ്റും എക്സസൈസിൻ്റെ കൂടെ ഒരു സപ്ലിമെൻ്റ് ആയിട്ടൊക്കെയാണ് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ 4 നേരം ഇൻസുലിൻ എടുത്തുകൊണ്ടും ഡയറ്റ് നോക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ഷുഗർ കൂടി തന്നെയായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ കാണാറുണ്ട് പല പേഷ്യൻസും 3ഉം 4ഉം ഡയബറ്റീസിന് മരുന്നുണ്ടാകും, എല്ലാ മരുന്നും കഴിക്കുന്നുണ്ടാകും. ഷുഗർ 300 400ഉം HbA1c ഒക്കെ ചിലപ്പോൾ 13ഉം 14ഉം ആയിട്ട് നടക്കുന്ന പേഷ്യൻസ് ഉണ്ടാകും. അതൊക്കെ നമ്മൾ മരുന്നുകൊണ്ടല്ല ഇതൊക്കെ മാറ്റേണ്ടത്. ശരിക്കും നമ്മൾ എക്സസ് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചുകൊണ്ടല്ലേ ഷുഗർ കൂടുന്നത്. ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൂടുന്നത് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫാറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയോ ചെയ്യുന്നതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ലിവർ പ്രോബ്ലംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ പലപ്പോഴും അവരുടെ ഉറക്കം പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ശരിക്കും അവർക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് അനുഭവിക്കാറുണ്ട്. ശരിക്കും ഈ സ്ട്രെസ്സും ഈ ഉറക്കക്കുറവും അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നത് ലിവർ പ്രോബ്ലം കൊണ്ട് ആണോ അല്ലെങ്കിൽ നേരെ തിരിച്ചാണോ? ഈ പ്രോബ്ലംസ് കാരണമാണോ ലിവറിന് എഫക്റ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഇപ്പം സൈക്യാട്രിക് മെഡിസിൻ ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും എന്തെങ്കിലും ആൻറ്റിസൈക്കോട്ടിക് മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത്. സൈക്കോട്ടിക് മെഡിസിൻസ് വീണ്ടും നമ്മുടെ ഫാറ്റി ലിവറും ലിവർ പ്രോബ്ലംസും കൂട്ടുമായിരിക്കും. എല്ലാ മെഡിസിനും കൂട്ടുന്ന പോലെ ഇതിന് ഇത് എക്സ്ട്രാ ഇഫക്റ്റ് ഉണ്ട്. കാരണം ഇതെപ്പോഴും മിക്കവാറും ഈ ആൻറ്റി ഡിപ്രസൻ്റ് ഒക്കെ അല്ലാത്ത ഒരു ആങ്സൈറ്റി ഇതൊക്കെ ഒരു മനുഷ്യ ഡള്ള് ചെയ്യിപ്പിക്കുന്ന തരം മെഡിസിൻ ആയിരിക്കും. അപ്പോൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ചുകൊണ്ട് വരുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോബ്ലം ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഈ ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് ഉറക്കക്കുറവും ബുദ്ധിമുട്ടും പറയുന്നത് എല്ലാവരും ഒരു 3-4 ഗുളികയും കഴിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വയറിന് സ്ട്രെയിനാണ്, ലിവറിന് സ്ട്രെയിനാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഉറക്കം കിട്ടാനാ പ്രോപ്പർ? അപ്പോൾ അന്നേരം നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഹിപ്നോട്ടിക്സ് ഗ്രൂപ്പിലുള്ള ഉറക്കത്തിന് ഗുളികയും കൂടെ കഴിച്ച് കിടക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഈ മരുന്നും കഴിച്ച് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ബോഡി അതെല്ലാം കൂടെ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നു. ലിവറാണ് വയറ് അതിനെ അബ്സോർബ് ചെയ്യണം, ലിവറിൽ കൊണ്ടുപോയി ലിവറിന് അപ്പോഴും ഒരു റെസ്റ്റ് ഇല്ല. നമ്മൾ ഉറങ്ങുന്ന നേരമാണ് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ പറയുമല്ലോ, ഉറക്കം നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു 2 hours മുമ്പ്, അറ്റ്ലീസ്റ്റ് 1 hour 2 hours മുമ്പ്, അതായത് വയറ് എംറ്റി ആയിട്ട് വേണം കിടക്കാൻ, അതായത് സ്റ്റൊമക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും സ്റ്റൊമക്ക് എംറ്റി ആകും, മോഡറേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അതിൻ്റെ അബ്സോർപ്ഷൻ എന്തായാലും നടക്കണം. അപ്പോൾ നമ്മൾ ഹെവി ഫുഡുമായിട്ടും അതും കഴിഞ്ഞിട്ട് കുറേ മരുന്നും കഴിച്ചിട്ട് പോയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഉറക്കം കിട്ടിയാലാണ് അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ശരിക്കും നല്ലൊരു ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് അത്ഭുതപ്പെടണം. അത് കിട്ടാതെ വരുമ്പോൾ പലരും അതിനുള്ള നമ്മളെ ബ്രെയിനിനെ അങ്ങ് ഷട്ട് ഓഫ് ചെയ്യുന്ന തരം മരുന്നുകളാണ് ഹിപ്നോട്ടിക്സ് അല്ലെങ്കിൽ ഉറക്ക ഗുളിക എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ലെവലിൽ വർക്ക് ചെയ്ത് നമ്മളതിനെ അങ്ങ് ഷട്ട് ഓഫ് ചെയ്യുക. അതിനെ അങ്ങ് ഉറക്കിക്കിടത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അപ്പം അതിൻ്റെ സൈഡ് ഇഫക്റ്റും എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കും. ഈ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന മരുന്നുകളുടെ എല്ലാം പ്രത്യേകത ആൻറ്റിസൈക്കോട്ടിക് മെഡിസിൻസ് ആണെങ്കിലും ഈ ഉറക്കത്തിൻ്റെ മരുന്നുകളാണെങ്കിലും ഇതെല്ലാം ഇതായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഉറക്ക മരുന്നുകൾ തന്നെയാണ് പലപ്പോഴും സൈക്കാട്രിക് ഡിസീസിനായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇതെല്ലാം നമ്മൾ അതിനോടുള്ള ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ അതിനോടുള്ള ആസക്തി ഉണ്ടാക്കും. പിന്നെ അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാതാകും. അതില്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ്. അപ്പം നമ്മൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഉറങ്ങാൻ പറ്റണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഫുഡും കഴിച്ച് കറക്റ്റായിട്ട് എക്സസൈസും ചെയ്താൽ ഇതൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. എക്സസൈസും ചെയ്യുകയില്ല, ഫുഡും കറക്റ്റായിട്ട് നോക്കില്ല, അത് കഴിഞ്ഞ് കുറേ മരുന്നും കഴിച്ച് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം കിട്ടിയാൽ നമ്മൾ അത്ഭുതപ്പെടുക എന്നുള്ളതാണ് വേണ്ടത്. ഇങ്ങനെ പല ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ശ്രമിച്ച് നോക്കിയിട്ട് എന്നിട്ട് ഉള്ള ബുദ്ധിമുട്ട് കാരണം വരുന്നവർക്ക് ഈ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എന്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുക? ഈ ജീവിതശൈലി ക്രമീകരണത്തിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ന്യൂട്രീഷൻ എത്തിക്കുക, ടോക്സിൻസിൻ്റെ അളവ് കുറയ്ക്കുക, നമ്മുടെ ബോഡിയുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മൾ ബോഡിയിലുള്ള എക്സസ് ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ ബോഡിയിലേക്ക് ചെല്ലുന്ന ടോക്സിനുകളുടെ ഇത് കുറയ്ക്കുക. ഇങ്ങനെ 4 പോയിന്റ്സാണ് അതിനകത്ത് നോക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കാണുന്ന പേഷ്യൻസ് ഒരാളും ഫാറ്റി ലിവർ ഗ്രേഡ് 1 വരാറില്ല. പിന്നെ ഒബേസിറ്റിക്ക് ട്രീറ്റ്മെൻറ്റിന് വരുന്നതിൻ്റെ കൂടെ ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആയിട്ട് ഫാറ്റി ലിവർ വരാൻ, അതായത് വണ്ണം കൂടിപ്പോയി ഓവർ വെയിറ്റ് ആണ് കുറയ്ക്കണമെന്നുള്ളവരുടെ ചിലപ്പോൾ അവർക്ക് വേറെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരിക്കും. അവർക്ക് ആകെ ഒരു സ്കാനിങ് നോക്കുമ്പോൾ ഒരു ഫാറ്റി ലിവറൊന്നും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഫാറ്റി ലിവർ ഗ്രേഡ് 1 അല്ല, ക്ലിനിക്കൽ സപ്പോർട്ട് എടുത്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ 100 കിലോ ഉണ്ടാവും, അതിനകത്തുനിന്ന് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതായിരിക്കും. അപ്പം ബാക്കിയുള്ള സാധാരണ വരുന്ന പേഷ്യൻസ് എല്ലാം യൂഷ്വലി ഇപ്പം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ പേഷ്യൻ്റ് ആയിരിക്കും. ഇപ്പം ബൈപ്പാസോ അല്ലെ ആൻജിയോഗ്രാം ചെയ്ത് സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തു സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല, ആൻജിയോഗ്രാം ചെയ്താൽ അപ്പം തന്നെ സ്റ്റെൻറ്റ് ഇടുമല്ലോ, സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കുക ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു, ഓവർ വെയിറ്റ് കാരണം. പലരും ഓവർ വെയിറ്റുകാർ വരുന്നത് മുട്ടിന് ആർത്രൈറ്റിസ് വന്നിട്ട് മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറയുമ്പോഴായിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പം അതിൻ്റെ കൂടെയും കാണും നമ്മളൊരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആയിട്ട് ചിലപ്പോൾ ഫാറ്റി ലിവർ, പ്രായമായവരും കൂടെ ആകുമ്പം ഫാറ്റി ലിവർ ഗ്രേഡ് 1 ആയിരിക്കില്ല, പലർക്കും ഗ്രേഡ് 2ഉം 3ഉം ഒക്കെ ഉണ്ടാവും. ഓർ ഫൈബ്രോസിസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രേഡ് 4 ഫൈബ്രോസിസിലേക്ക് എത്തിയിട്ടുള്ളവരായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ എടുക്കുമ്പോൾ നമ്മൾ ബോഡിയുടെ എല്ലാ നമ്മൾ വേണ്ട അത്യാവശ്യമുള്ള ഓർഗൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ആണല്ലോ. അപ്പോൾ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും വന്നത് ഈ ഫാറ്റി ലിവറുമായിട്ട് വെരി കണക്റ്റഡ് ആണ്. അപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് മിക്കവാറും ഫാറ്റ് എക്സസ് ബോഡിയിൽ അടിയുകയും രക്തക്കുഴലിൽ അടിയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പ്രോബ്ലം കൂടെ ഉണ്ടാകും. അപ്പോൾ യൂഷ്വലി ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്നറിയാൻ നമ്മൾ ഇൻസുലിനും പെപ്റ്റൈഡും ഒക്കെ നോക്കും. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്ന് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താം. അതാണ് ഒരു പ്രത്യേകത. അത് നിർത്താതെ നമുക്ക് ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ എടുക്കാനും പറ്റില്ല. കാരണം നമ്മൾ ഡയറ്റിൽ കാലറി കണ്ടന്റ് കുറയ്ക്കുകയാണ്, ലോ കാർബ് ഡയറ്റാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇൻസുലിനോ ഡയബറ്റിക് മെഡിസിനോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ വന്ന് റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ഡയബറ്റീസിൻ്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലിരുന്ന് 4 നേരം ഷുഗർ നോക്കുക. ഇപ്പം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ഷുഗർ മോണിറ്റർ ചെയ്യാവുന്നത്. അപ്പോൾ പലരും കുറച്ചുകൂടെ അഫ്ലുവൻ്റ് ആയിട്ടുള്ളവർ ഈ 24 hour മോണിറ്ററിങ് വെച്ച് അപ്പോൾ എപ്പോഴും കുത്തണ്ട. അപ്പോൾ അത് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വീക്സിലേക്ക് അത് ഇതായിരിക്കും. അപ്പം മിക്കവാറും 2 വീക്സ് കൊണ്ട് ഷുഗർ എല്ലാം ടോട്ടലി കൺട്രോൾഡ് ആയിട്ട് മിക്കവാറും അങ്ങനെ നോക്കുന്നവർ മനസ്സിലാക്കി ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ യൂഷ്വലി പലരും ഒരു 24 hourനുള്ളിൽ ഷുഗർ നോർമലായിട്ടുണ്ടാകും മരുന്നില്ലാതെ.
അതുപോലെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഒരു 2-3 ഡേയ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ 3-4 മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ കുറച്ചുകൊണ്ട് വരാൻ തുടങ്ങാൻ പറ്റും. ഇതിൻ്റെ മന്ത് നമ്മൾ മിക്കവാറും എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റുന്നതാണ് കാണുന്നത്. ഈ യൂഷ്വലി മെറ്റബോളിക് സിൻഡ്രോമിനകത്ത് വരുന്നത്. പിന്നെ അല്ലാത്ത ഇങ്ങനെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ, അതുപോലെ സൈക്കാട്രിക് ഡിസീസ് നമ്മൾ ഏറ്റവും മരുന്ന് കുറച്ചുകൊണ്ട് വരാനായിട്ട് കാലം കൂടുതൽ എടുക്കുന്ന സൈക്കാട്രിക് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ എടുക്കുന്നവർക്കാണ്. മെറ്റബോളിക് ആണെങ്കിൽ ഫാസ്റ്റായിട്ട് തീരും. പിന്നെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുത്തെന്നിരിക്കാം. അത് ഓരോരുത്തരുടെയും ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. പിന്നെ നെക്സ്റ്റ് ഈ സൈക്കാട്രിക് ഡിസീസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കും. കാരണം ഓരോരുത്തരുടെയും പലരുടെയും ചിലപ്പോൾ 1-2 മാസത്തിനുള്ളിൽ തീർന്നെന്നിരിക്കും. പക്ഷെ ലോങ് ടൈം എടുത്തുകൊണ്ടിരിക്കുന്ന 5-6 മരുന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ കൊണ്ടുപോകും. അപ്പം ഈ സൈക്കാട്രിക് ഡിസീസ് ഉള്ളവർക്കും വളരെ കോമൺ ആണ് ഈ ഫാറ്റി ലിവർ ഇത് വരുന്നത്. അപ്പം ഈ മരുന്നിൽ നിന്ന് മാറാതെ നമ്മൾ ലിവറിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ മരുന്നിൽ നിന്ന് മാറണമെങ്കിൽ അപ്പം അതിനൊപ്പം തന്നെ നമ്മുടെ അസുഖത്തിൽ നിന്നും കൂടെ മാറുവാണ്. മരുന്നും നമ്മുടെ അസുഖവും ലിവറിനെ ഡാമേജ് ചെയ്യും, അതുപോലെ മരുന്നും ലിവറിനെ ഡാമേജ് ചെയ്യും. ഇതിൽ നിന്ന് രണ്ടിലും കൂടെ ഉള്ള ഒരു മോചനം കിട്ടിയാൽ നമുക്ക് ലിവറിനെ റീഗ്രോ ചെയ്ത് അതിൻ്റെ ഫുൾ ഫങ്ഷൻ ഫുള്ളില്ലെങ്കിലും ഇപ്പം ഫൈബ്രോസിസ് ഒക്കെ നമ്മൾ എല്ലാ ഫൈബ്രസ് ടിഷ്യൂ മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ ഹെപ്പറ്റോസൈറ്റ്സും നമ്മുടെ ഫങ്ഷനിങ് സെൽസിനെ റീഗ്രോ ചെയ്ത് ഒരു ബെറ്റർ ഹെൽത്തിലേക്കും നമ്മളൊരു റീസണബിൾ ഹെൽത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ശരിക്കും ഈ ലിവർ ഡിസീസ് ഉള്ള ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ ആണെങ്കിലും അത് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സിംറ്റം എന്ന് പറയുന്നത് ക്ഷീണമാണ്. അപ്പം ഈ ക്ഷീണം ഓവർകം ചെയ്യാനായിട്ട് എന്താണ് ഈ പേഷ്യൻസിന് ചെയ്യാൻ സാധിക്കുക? ക്ഷീണം വന്നിരിക്കുന്നത് ലിവറിന് നമുക്ക് വേണ്ട എനർജിക്ക് വേണ്ട സാധനങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻറ്റിന് പലപ്പോഴും പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ടാവും. അപ്പം അതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ പലപ്പോഴും ജനറലി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു LFT RFT ചെയ്ത് അത്രയൊക്കെ സാധാരണ ചെയ്യാറുള്ളൂ. ഈവൻ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പം ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചും കൂടെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ബോഡിയെക്കുറിച്ച് ഒരു അറിവില്ലാതെ നമുക്ക് ക്ലിനിക്കൽ സപ്പോർട്ടിന് വെറുതെ ചെയ്യുന്നത് പിന്നെ അവനോട് ചെയ്യുന്നതിന് തുല്യമാകുവാണല്ലോ ചെയ്യുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ട് പ്രോപ്പർലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ പലപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആകും. അതൊക്കെയാണ് പലപ്പോഴും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എല്ലാവരും ഒരു ചിന്ത, ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലേ, അതിനെന്തിനാ ഒരു കോസ്റ്റ് വരേണ്ട കാര്യം, എന്തിനാ ഇത്രയും ടെസ്റ്റൊക്കെ ചെയ്യുന്നതെന്ന്. നമ്മൾ ടെസ്റ്റുകളുടെ ബേസിൽ അത് നമ്മൾ അറിഞ്ഞ് വേണം, നമ്മുടെ ബോഡിയെ മനസ്സിലാക്കി നമ്മുടെ ജീവിതശൈലി മനസ്സിലാക്കി ഓരോ വ്യക്തിയുടെ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നല്ല റിസൾട്ടാണ്. പക്ഷെ അത് കിട്ടുന്നത് നമ്മൾ നമുക്ക് ചുമ്മാ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ബിഹൈൻഡ് നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് ആ പേഴ്സണെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കി ആ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന അപാകതകൾ കറക്റ്റ് ചെയ്യണം. അപ്പം അതിന് കുറച്ച് എഫേർട്ട് നമുക്ക് വേണം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ബേസിക് നോളജ്, നമുക്കറിയാവുന്ന നോളജിൽ അത് പ്രാക്ടിക്കലായിട്ട് രോഗിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എഫേർട്ട് ഡോക്ടറുടെയും അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ പേഷ്യൻ്റ് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഇൻ്റലിജൻസ് ഉണ്ടാവണം. അതുപോലെ ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ടാകണം. കാരണം ജീവിതശൈലി കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പലപ്പോഴും ഫാമിലിയിലുള്ളവർ ഇതിന് എഗെയിൻസ്റ്റ് നിൽക്കും. അതാണ് ഞാൻ എപ്പോഴും കാണുന്നൊരു പ്രോബ്ലം. പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല. ഇപ്പം പേഷ്യൻ്റ് മനസ്സിലാക്കി എടുത്തു, പേഷ്യൻറ്റിന് കറക്ഷൻ വേണം. പക്ഷേ ഫാമിലിയിലുള്ളവർക്കും കൂടി ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജീവിതശൈലി കറക്ഷനെ പറ്റി പറയുമ്പോൾ ഈ ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവർ പൊതുവെ അവർക്ക് ഭയങ്കര ഈ പറഞ്ഞ ടയർഡ്നെസ് കാരണം അവർക്ക് ഈ ഭക്ഷണത്തോടൊരു വലിയൊരു ആർത്തി പോലെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഫുഡ് മാനേജ്മെന്റ് ഇവർക്ക് സാധ്യമാവുക?
ഇവർക്ക് നമ്മളെല്ലാവരും ക്ഷീണം വരുമ്പോൾ നമ്മൾ കരുതും നമുക്ക് ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാകും. അതുകൊണ്ട് നമ്മൾ കൂടുതലെടുത്ത് കഴിക്കും. അങ്ങനെയാണ് പലരും ഓവർ വെയിറ്റിലേക്ക് പോകുന്നത്. അപ്പം അവർക്ക് ക്ഷീണമുണ്ട്. അപ്പം ക്ഷീണം മാറാനായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കും. അപ്പം ശരിക്കും ആ ഭക്ഷണത്തിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ബോഡിക്ക് പറ്റുന്നില്ല. ഇപ്പം നമുക്ക് ഒരു വൈറ്റമിൻ്റെ കുറവ്, നമ്മൾ പല വൈറ്റമിൻസും വേണം. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 14 വൈറ്റമിൻസ് വേണം. ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് 14 വൈറ്റമിൻസും പ്രോട്ടീൻ മിനറൽസും വേണം. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ജങ്ക് ഫുഡ് പോലെയുള്ള ഇപ്പം ചോറിലൊന്നും നമ്മൾ ഈ അല്ലെങ്കിൽ ബ്രെഡോ മൈദ ഇതൊക്കെ വെച്ചുള്ള സാധനങ്ങൾ ബ്രെഡിലും ഒന്നും കാര്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ എവിടെ നിന്ന് കിട്ടും? ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് B1 B2 B6 എല്ലാം ഉണ്ടെങ്കിലേ അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർ പ്രോസസ്സിങ് അതുപോലെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യണം. അതിനെ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഫാറ്റായിട്ടിനെ മാറ്റാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിങ് എല്ലാം ചെയ്യണം. അപ്പം അതിനെല്ലാം വൈറ്റമിൻസും മിനറൽസും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ക്ഷീണം വരും. അപ്പം ലിവറിൻ്റെ പ്രോബ്ലം കൊണ്ട് വരും. ലിവറിന് ന്യൂട്രീഷൻ കിട്ടാത്തത് കൊണ്ട് ക്ഷീണം വരും. ഇപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കി എടുത്ത് അത് കറക്റ്റായിട്ട് സപ്ലിമെൻറ്റ് കുറച്ചുള്ളതാണെങ്കിൽ അത് കൊടുത്ത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വൈറ്റമിൻസ് ആണെങ്കിലും ഓവറായിട്ട് നിന്നാൽ ബോഡിക്ക് ദോഷമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു വൈറ്റമിൻ എ ഒക്കെ ടൂ മച്ച് ആയി കഴിഞ്ഞാൽ ടോക്സിക്കാണ്. ലിവർ ടോക്സിസിറ്റി തന്നെ വരാം. അപ്പം അതും കൂടെ മനസ്സിലാക്കി എല്ലാം ആവശ്യത്തിനേ ആവുള്ളൂ. ആവശ്യത്തിൽ കൂടുതലായാൽ അതും ടോക്സിനാകും. ന്യൂട്രീഷൻ ആണെങ്കിൽ പോലും വൈറ്റമിൻസ് ആണെങ്കിൽ പോലും ആവശ്യം കൂടുതൽ വന്നാൽ അതും ടോക്സിക്കാണ്. സാധാരണഗതിയിൽ ലിവർ ഡിസീസ് ഉള്ളവരും ഫാറ്റി ലിവർ ഉള്ളവരും ഏതൊക്കെ വേറെ ഡിസീസസ് ആണ് ഒരുമിച്ച് അനുഭവപ്പെടുക? ഫാറ്റി ലിവർ ഉള്ളവരിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഉണ്ട്. അത് ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കൊളസ്ട്രോൾ എന്ന് പറയും. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടിയിരിക്കുന്നതിന് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ട്രൈഗ്ലിസറൈഡ് ആണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ എണ്ണയുടെ അളവ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലൊക്കെ ഉണ്ടല്ലോ, അത് എണ്ണയാണ്. അപ്പോൾ അത് തന്നെ ബ്ലഡിനകത്ത് കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ബ്ലഡിൽ കൂടുതൽ കൊഴുപ്പ് വന്ന് കഴിയുമ്പോഴേക്കും അത് നമ്മളുടെ ലിവറിൽ അടിയാൻ തുടങ്ങും. അപ്പം ലിവറിൽ വരും. അതുപോലെ ലിവറിലും കൂടുതൽ വന്നു കഴിയുമ്പോൾ പിന്നെ ബ്ലഡ് വെസൽസിൽ തന്നെ അകത്ത് അടിയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ആത്രോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ആത്രോസ്ക്ലെറോസിസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഇതിന് കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ പറയുമല്ലോ ഹാർട്ടിൽ ബ്ലോക്കാണ്, അതിന് സ്റ്റെൻറ്റ് ഇടുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുക എന്ന് പറയുന്നതും വെറുതെ വരുന്നതല്ല. അത് ശരിക്കും കൊഴുപ്പടിഞ്ഞിട്ട് വരുന്നതാണ്. നമ്മുടെ ബോഡിയിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടി, കൊഴുപ്പ് നമ്മുടെ രക്തക്കൊഴലിൽ തന്നെ, വേറെ ഒരിടത്തും പോയി അടിയാൻ സ്ഥലമില്ല. അങ്ങനെ വന്ന് രക്തക്കൊഴലിൽ തന്നെ കൊഴുപ്പടിയുന്നതാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് വന്ന് നമ്മൾ സ്റ്റെൻറ്റ് ഇടേണ്ടതും ഹാർട്ട് അറ്റാക്കും ഒക്കെ പോകുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മളുടെ കിഡ്നിയുടെ രക്തക്കൊഴലിലും അടിയും. അപ്പം അങ്ങനെയാണ് ഹൈപ്പർ ടെൻഷൻ വരുന്നത്. കിഡ്നിയുടെ രക്തക്കൊഴലിൽ കൊഴുപ്പടിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ കിഡ്നി ഒരു പ്രത്യേക ഹോർമോൺ വരും, റെനിൻ എന്ന് പറഞ്ഞ്. ഇപ്പം ഈ റെനിൻ വന്നു കഴിയുമ്പോൾ പ്രഷർ കൂടും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന പല പ്രഷറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ തന്നെ ഈ കിഡ്നിയിൽ നിന്ന് വരുന്ന റെനിൻ ആൻജിയോടെൻസിൻ മറ്റേ ഒരു ആൽഡോസ്റ്ററോൺ ആക്സിസ് എന്ന് പറയും, അതിനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം കണക്റ്റഡ് അസുഖങ്ങളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിവറിന് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കി ആൾക്കാരും വന്നിട്ടുണ്ടാകും. അതിന് ഏറ്റവും കോമൺ പ്രഷർ, ഷുഗർ, കിഡ്നി ഡിസീസ്, അങ്ങനെ ഓരോന്നായിട്ട് പ്രോഗ്രസ് ചെയ്ത് പോകും. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കൂടുതലുള്ളൊരു മോർ അഗ്രസീവ് ഫോമിലേക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ബ്രെയിനിലാണെങ്കിലും ഇത് ചെയ്യുക. പിന്നെ ബ്ലഡ് കട്ട പിടിക്കുക, അതിൻ്റെ മെക്കാനിസംസ് ആകെ മൊത്തത്തിലെല്ലാം തെറ്റുന്നതുകൊണ്ട്. നമ്മുടെ ലിവർ ആണല്ലോ നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ സെൻറ്ററാണ്. അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന മെറ്റബോളിക് എറേഴ്സ് ആണ് ഇതിനകത്തൊക്കെ കാരണമാകുന്നത്. ഇപ്പോൾ ഈ ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്യാതെ പോയാൽ, സാധാരണ രീതിയിൽ ഫാറ്റി ലിവറിന് നമ്മൾ വണ്ണം കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക എന്നൊക്കെയാണല്ലോ പറയുക. അപ്പം പക്ഷേ കാണുന്നത് ഈ ഒട്ടുമിക്ക ആൾക്കാരിലും ഇത് കൂടുന്നതായിട്ടാണ്. എന്തൊക്കെ ചെയ്തിട്ടും കൂടുന്നു. അപ്പം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഇരുന്നാൽ എന്താണ് ഈ സ്റ്റേജസ്? ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് എല്ലാത്തിനും മരുന്ന് കഴിക്കുന്നതിനായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുക. ഇപ്പം നമുക്ക് ലിവറിന് വേണ്ടിയിട്ട് മരുന്നൊന്നുമില്ല. ശരിക്കും മാനേജ് ചെയ്യുക. അതായത് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും മരുന്നിനെ കുറിച്ച് ചിന്തിക്കും, മരുന്ന് ഓറിയന്റഡ് ആണ്. പക്ഷേ മാനേജ്മെന്റ് ഓഫ് എ ഡിസീസ്, ഒരു ഡിസീസിനെ എങ്ങനെ, നമ്മൾ മലയാളത്തിൽ പറയുന്ന ചികിത്സ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം പെടുന്നുണ്ട്. ശരിക്കും ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും മാത്രമല്ല. നമുക്കറിയാം, നമ്മൾ കോവിഡ് വന്നതൊരു ഇൻഫെക്ഷനാണ്.
പടരുന്ന മറ്റുള്ളവരിലേക്ക് പടരുന്ന ഒരു രോഗമാണ്. അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ചെയ്തത് എന്താ? അവിടെ ജീവിതശൈലിയിലാണ് നമ്മൾ മാസ്ക് വെച്ച് കൈ കഴുകി ഇതെല്ലാം ജീവിതശൈലിയിലെ ചേഞ്ചസ് ആണ് നമ്മൾ അന്നും വരുത്താൻ നോക്കിയത്. ഈവൻ ഇൻഫെക്ഷൻസിന് പോലും ജീവിതശൈലി ചേഞ്ചസും ജീവിതശൈലി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ജീവിതശൈലി രോഗം മാത്രമായിട്ടുള്ള ഒരു കാര്യത്തിന് ജീവിതശൈലി കറക്റ്റ് ചെയ്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് നമ്മൾ ചികിത്സ എന്തോ നോക്കിയാലും ഒരു കാര്യമില്ല, ഒരു ചികിത്സയില്ല. ജീവിതശൈലി ഇപ്പം ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് നമ്മളത് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ അതിൻ്റെ കൂടെ അയാൾ ഡെഫിനറ്റ്ലി ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിരിക്കും. തടി ബോഡിയിലെ കൊഴുപ്പിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ബോഡിയിലെ കൊഴുപ്പിന്റെ അളവ് കൂടുതലാകുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ രക്തക്കുഴലിലും കൂടെ കൊഴുപ്പടിയാൻ തുടങ്ങും. അപ്പം ആത്രോസ്ക്ലെറോസിസ് വന്ന് പ്രഷറിലേക്ക് പോകും, അതുപോലെ ഹാർട്ട് ഡിസീസിലേക്ക് പോകും. നമ്മുടെ രക്തക്കുഴലുകൾക്കാണ് കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ലെന്നാവും. അങ്ങനെ ഷുഗർ കൂടാൻ തുടങ്ങും. ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല, ശരീരത്തിലെ കൊഴുപ്പ് കൂടി. അപ്പൊ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ നോക്കും. കാരണം ഈ ഇൻസുലിൻ ചെയ്തിട്ടും അതിനും ഒരു ഇഫക്റ്റീവ്നെസ് ഇല്ലാതെ ഇൻസുലിൻ വർക്ക് ചെയ്യാതാവുന്നതനുസരിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് വരും. അതിന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മരുന്നുകൾ കഴിക്കാൻ തുടങ്ങും. അപ്പൊ ആ മരുന്നും കൂടെ നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് മരുന്നുകൾ കഴിച്ചുകൊണ്ട് നമ്മൾ ഡിസീസ് പതുക്കെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്ന് ഗ്രേഡ് 1 ഗ്രേഡ് 2 ആകും, ഗ്രേഡ് 2 ഗ്രേഡ് 3 ആകും, 4 ആകും. പതുക്കെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വന്ന് അപ്പം പറയും നമ്മൾ ഒരു എൻഡോസ്കോപ്പി നോക്കാന്ന് പറയും. അപ്പം പ്രഷർ ഇതിനകത്ത് എപ്പോഴും അങ്ങനെയാണ്. സ്കാനിൽ നോക്കി സിറോസിസ് വന്നു, ഗ്രേഡ് 4 എത്തി. അപ്പം പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, അതായത് രക്തക്കുഴലുകൾ അവിടെ വീർത്തിരിക്കുന്ന ലക്ഷണങ്ങൾ കാണും. അപ്പം നമ്മൾ ഡോക്ടേഴ്സ് പറയും, ഒരു മറ്റേ ഹെപ്പറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ് യൂഷ്വലി ലിവർ പ്രോബ്ലംസ് ഒക്കെ നോക്കുന്നത്. അപ്പം അദ്ദേഹം പറയും ഒരു എൻഡോസ്കോപ്പി നോക്കാം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ വെരിക്കോസ് വെയിൻസ് നമ്മുടെ അന്നനാളത്തിലുണ്ടോ എന്നറിയാൻ. ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ബാൻഡിങ് എന്ന് പറഞ്ഞൊരു സർജറി ചെയ്യും. അപ്പം ബാൻഡിങ് വരുമ്പോൾ ശരിക്കും നമ്മുടെ ബോഡി ഈ നമ്മളുടെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ അതിനകത്തോട്ട് ലിവറിനെ ബൈപ്പാസ് ചെയ്ത് എങ്ങനെയാലും ബ്ലഡ് ഹാർട്ടിൽ എത്തിക്കാനുള്ള ഒരു ബുദ്ധിപൂർവ്വം നമ്മുടെ ബോഡി ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ അത് കാണുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അതിനെ അവിടെ ഒരു ബാൻഡ് ഇട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അപ്പം ബ്ലോക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിന് കുടിയനും കൂടെ ആയിരുന്നു. അദ്ദേഹം ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. ലിവർ സിറോസിസിന് വേണ്ടിയിട്ട് അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുത്ത് അതിന്റെ ഭാഗമായിട്ട് ഒരു എൻഡോസ്കോപ്പി ചെയ്തു. അപ്പം എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ വെരിക്കോസ് വെയിൻസ് കണ്ടു, അവിടെ ബാൻഡിങ് ചെയ്തു. അന്നേരം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആ എൻഡോസ്കോപ്പിയിൽ. പക്ഷെ ഒരു 2-3 മാസം കഴിഞ്ഞു, എത്ര മാസം ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല, അദ്ദേഹം 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ വീണ്ടും രണ്ടാമതൊരു എൻഡോസ്കോപ്പി ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് സ്റ്റൊമക് ക്യാൻസർ. അതും ക്യാൻസറിൽ അതും ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയ ആണ്. ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് അന്നനാളത്തിൻ്റെയും ആമാശയത്തിൻ്റെയും കൂടെ ആ ജംഗ്ഷനിലായിട്ടാണ് അത് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി സ്റ്റേജ് 3 എത്തി. സ്റ്റേജ് 3 ഇന്നോപ്പറബിൾ. അവിടുത്തെ ആ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? ചില ഈ ആമാശയ ക്യാൻസറൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഈ അന്നനാളത്തിനോട് ചേർന്നിരിക്കുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതും വെറും 3 മാസം കൊണ്ടാണ്, അത് 2-3 മാസത്തിനുള്ളിലാണ് ഈ ചേഞ്ച് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാ ബാൻഡിങ്ങും ചെയ്തവർക്ക് അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ ബാൻഡിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സർക്കുലേഷനെ അങ്ങ് ബാധിക്കുകയല്ല ചെയ്യുന്നത്. ഓൾറെഡി ലിവറിന് പ്രോബ്ലം ആയിട്ടുള്ള ആളാണ്. അപ്പം ബ്ലീഡിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ലിറോതെറാപ്പി ആ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലാതെ ഞാൻ ചില പേഷ്യൻസ് കാണാറുണ്ട് 3-4 പ്രാവശ്യം ബാൻഡിങ് ഒക്കെ ചെയ്തവരെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോഡേൺ മെഡിസിനിലെ അപ്രോച്ച് അങ്ങനെയാണ്. കാരണം നമ്മൾ അങ്ങനെ കണ്ടു, നമ്മളെപ്പോഴും സിംറ്റമാറ്റിക് ആയിട്ട് അതിനെ സിംറ്റംസാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ വെരിക്കോസ് വെയിൻസ്, കാലിലെ രക്തക്കുഴൽ തടിച്ചു വന്നാൽ അതിനെ നമ്മളൊരു സ്ലിറോതെറാപ്പി അല്ലെങ്കിൽ അതിനെ ഇതുപോലെ തന്നെ അതിന് ആ രക്തക്കുഴലിനെ തന്നെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. ശരിക്കും രക്തയോട്ടം വേണ്ടേ നമുക്ക്? രക്തം ഓടേണ്ട അത്യാവശ്യമാണ്. രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അത് കാലാകാലങ്ങളോളം ഇങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മളുടെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മാറി വരണമെന്നുണ്ടെങ്കിൽ ആകെ അതിന് ചെയ്യാൻ പറ്റുന്നത് പേഷ്യന്റ് തന്നെ എഡ്യൂക്കേറ്റഡ് ആകുക, പേഷ്യന്റിന് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വരുത്തുക,
ഓപ്പറേഷൻ ആരെങ്കിലും പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബാൻഡിങ് പറയുകയാണെങ്കിൽ, വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് സർജറി പറയുകയാണ്, ഈ ഇതിലേക്ക് വേണ്ടി വരികയാണ്, ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ്ങിൻ്റെ സ്പോട്ട് കരിച്ച് ബ്ലീഡിങ് നിർത്തേണ്ട അത്യാവശ്യമാണ്. അല്ലാതെ നമ്മൾ സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് ഒരു ഗ്യാസ്ട്രോയുടെ അടുത്ത് നിന്ന് വേറൊരു ഗ്യാസ്ട്രോയുടെ അടുത്ത് പോയാൽ ഏത് ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അമേരിക്കയിൽ നമ്മൾ മേയോ ക്ലിനിക്കിൽ പോയാലും ലണ്ടനിൽ പോയാലും ഇന്ത്യയിൽ ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഇതിൽ ചെയ്താലും കേരളത്തിലാണെങ്കിലും എവിടെ ചെന്നാലും ഏത് ടോപ്പ് ഹോസ്പിറ്റലിലാണെങ്കിലും പ്രോട്ടോകോൾ ഒന്ന് തന്നെയായിരിക്കും. അപ്പം അത് മനസ്സിലാക്കാം. നമ്മൾ ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. നമ്മൾ ഡാമേജിങ് ആയിട്ടുള്ള നമ്മൾ എന്ത് സർജറി പറഞ്ഞു കഴിഞ്ഞാലും ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടും, നമ്മുടെ ബോഡിക്ക് എന്ത് റിപ്പയർ ആണ് അതുകൊണ്ട് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നോക്കാം. കാരണം 3-4 ബാൻഡിങ് ചെയ്തിട്ടും ക്യാൻസറിലേക്ക് പോകാത്തവരെ കണ്ടു. ഒറ്റ ഒരു ബാൻഡിങ് കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 months കഴിയുമ്പോഴേക്കും തേർഡ് സ്റ്റേജ് ക്യാൻസറിലെത്തി ഇതിലുള്ള പേഷ്യൻറ്റിനെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ് ഇത്. കാരണം ഞാൻ ഈ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞവരുടെയും ഡിഫറെൻറ്റ് സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ ആണ് യൂഷ്വലി കൂടുതൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പേഷ്യൻ്റാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മളെ ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കുന്നത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത്. ബേസിക്കലി ഈ വെരിക്കോസ് വെയിൻസ്, ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷനിലെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സർജറി ചെയ്യുന്നതിൻ്റെ മുമ്പ് ഡെഫിനറ്റ്ലി ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതും മൾട്ടിപ്പിൾ രോഗങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ, മൾട്ടിപ്പിൾ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ച് ഡെഫിനറ്റ്ലി തിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള കാരണം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ലോകത്ത് ഒരിടത്തും തന്നെ ഇതുവരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതായിട്ട് ബേസിക്കലി എനിക്കറിയില്ല. കാരണം അതൊരു ക്ലിനിക്കൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ട്. അപ്പം അത് നമുക്ക് എന്തായാലും കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് അതിൻ്റെ പ്രോസ്പെക്റ്റ് അതിനെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട് ഈ ഇങ്ങനെ ലിവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ മരുന്നുകളുണ്ട്. ഇപ്പം ഹാർട്ടിൻ്റെ മരുന്നാണെങ്കിലും ശരി, ഡയബറ്റീസിൻ്റെ മരുന്നാണെങ്കിലും ശരി, ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ വേറെ സ്റ്റാറ്റിൻസ്, അങ്ങനെ പല മരുന്നുകളും ലിവർ ഫ്രണ്ട്ലി ആണ്, കിഡ്നി ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറയും. അപ്പം പൊതുവെ പേഷ്യൻസ് ചിന്തിക്കുന്നത് അത് ശരിക്കും അവരുടെ കിഡ്നിക്കും ഗുണം ചെയ്യും, അല്ലെങ്കിൽ ലിവറിനും ഗുണം ചെയ്യും എന്നൊക്കെയാണ് ജനറലി. ഇപ്പോൾ സാധാരണ ഈ ലിവർ പ്രോബ്ലം ഉള്ള ആൾക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാവും, ഇതെല്ലാം ഒരുമിച്ച് മിക്കവാറും കാണും എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഒട്ടുമിക്ക പേഷ്യൻസ്. അപ്പോൾ അവരോട് നമുക്ക് എന്താണ് അവർ അറിയേണ്ടത്? ലിവർ ടോക്സിക് മെഡിസിൻ, വളരെയധികം ടോക്സിസിറ്റി ലിവറിന് വരുത്താവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഉണ്ട്. ലിവർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഒരു മരുന്നും ലിവറിന് ഒരു ഗുണവും ചെയ്യുന്നില്ല. ലിവറിന് അസച്ച് മരുന്നുകളെല്ലാം ഒരു ബാധ്യതയാണ്, ഒരു സ്ട്രെയിനാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞൊരു ബാധ്യതയാണ് അതിന്. കാരണം അത് ലിവറിലേക്ക് ചെന്നിട്ട് ലിവർ വേണ്ട അതിനെ മെറ്റബോളൈസ് ചെയ്ത് വേസ്റ്റാക്കി നമ്മൾ നമ്മുടെ ഈ ബൈലിൽ കൂടി മലത്തിൽ കൂടെ കളയാനായിട്ട് നോക്കും. അതിന് പറ്റാത്ത ഇതിനെയൊക്കെയാണ് കിഡ്നിയിലേക്ക് പുറത്തേക്ക് വിടാം. അപ്പം ലിവറിനും കിഡ്നിക്കും സഹായം ചെയ്യുന്ന മരുന്നുകൾ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ വന്നിട്ട് ഇൻഫ്ലമേഷൻ കൂടിയിരിക്കുമ്പം ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ട് കഴിക്കുന്നത് ഡെഫിനറ്റ്ലി. അപ്പോൾ ഏത് രോഗത്തിനാണെങ്കിലും ഇൻഫ്ലമേഷൻ കൂടിയിരിക്കുമ്പം, ഈവൻ നമ്മൾ കോവിഡ് ഏറ്റവും കൂടിയിരിക്കുമ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിനായിട്ട്. വേദന കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എല്ലാ മരുന്നും ലിവറിനെ സംബന്ധിച്ചിടത്തോളം ടോക്സിക് ആണ്. പിന്നെ ഹൈലി ടോക്സിക് ആണോ, മൈൽഡ് ടോക്സിസിറ്റി ഉള്ളോ, കോമൺലി ടോക്സിസിറ്റി വരുത്താമോ, പിന്നെ ചില നമ്മുടെ ജെനറ്റിക്സ് അനുസരിച്ചും കൂടെ ഇരിക്കും. ഒരു G6PD ഡെഫിഷ്യൻസി, അങ്ങനെ ചില എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചില മരുന്നുകൾ ലിവറിന് ക്ലിയർ ടോക്സിസിറ്റി വരുത്താം. പ്രത്യേകിച്ചും ചില TB മരുന്നുകളൊക്കെ, TBക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾ 3-4 ആൻറ്റിബയോട്ടിക്സ് ഒരേ സമയത്ത് കഴിക്കുന്നുണ്ടാകും. അതിൽ ചിലതൊക്കെ ചിലപ്പം വെരി ടോക്സിക്കായി ലിവർ ഫെയിലിയറിലേക്ക് ബിലിറൂബിനൊക്കെ കൂടാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവർ ലിവർ ടോക്സിക് ആണെന്ന് അറിയാവുന്ന മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ലിവറിൻ്റെ ഫംഗ്ഷൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എവരി വീക്ക് ഓർ 2 weeks, തുടക്കമൊക്കെ എവരി വീക്ക്, പിന്നെ 2 weeks കൂടുമ്പോൾ മന്ത്ലി ലിവർ ഫംഗ്ഷൻ നോക്കിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഈ സൈക്യാട്രിക് മെഡിസിൻസിനും അങ്ങനെ വരാം. അപ്പോൾ എന്ത് മരുന്നും ക്രോണിക് ആയിട്ട് എടുക്കുന്നുണ്ടോ ഡെഫിനറ്റ്ലി നമ്മൾ
ലിവർ ഫംഗ്ഷൻ നോക്കണം. ഒരു മരുന്ന് നമ്മുടെ ലിവറിന് ഹെൽപ്പ് ചെയ്യാനില്ല. ഇനി എത്ര ദോഷം ചെയ്യും, എന്താ എത്ര കൂടിയ ദോഷമാണോ ഉണ്ടാക്കുന്നത്, എത്ര മോഡറേറ്റ് ആയിട്ട് ദോഷം ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതും ഓരോരുത്തരുടെയും ജെനറ്റിക്സ് അനുസരിച്ചിരിക്കും. അതാണ് നമ്മൾ കാണാൻ കുറെ പേര് ആന്റിബയോട്ടിക്സ് കഴിച്ചു, ഒരാൾക്ക് മാത്രം എന്തുകൊണ്ട്, അല്ലെ എത്രയോ പേരാണ് നമ്മൾ ടി ബിക്കും ആന്റിബയോട്ടിക്സ് എടുക്കാതെ പറ്റില്ലല്ലോ. പക്ഷെ എല്ലാവർക്കും അത് ആന്റി ടി ബി മെഡിസിൻസ് ലിവർ ഫെയിലിയർ കൊണ്ടുപോകുന്നില്ല. അതുപോലെ കീമോതെറാപ്പി മരുന്നുകൾ, പല കീമോതെറാപ്പി മരുന്നുകളും ലിവർ ടോക്സിക് ആണ്. പക്ഷെ എല്ലാവർക്കും വരണമെന്നില്ല. അത് നമ്മുടെ ജെനറ്റിക്സും കൂടി അനുസരിച്ചിരിക്കും. ബേസിക്കലി ജെനറ്റിക്സും നമ്മളുടെ ജീവിതശൈലി ഇത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ഓവർ വെയിറ്റും ആയി അതിൻ്റെ കൂടെ കുറെ മരുന്നും കൂടെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ, പ്രത്യേകിച്ച് നമ്മൾ അച്ഛനോ അങ്ങനെ ഇപ്പം ചിലരുണ്ടല്ലോ ഫാമിലി തന്നെ ആൽക്കഹോളിക് ഒന്നും അല്ല, പക്ഷെ എന്നാലും 40-50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ലിവർ ഫെയിലിയറിലേക്ക് പോയി മരിക്കുകയോ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരികയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ഉണ്ട്. അതൊക്കെ നമ്മുടെ ജെനറ്റിക്സും കൂടി അനുസരിച്ചിരിക്കും. അതൊക്കെ ഇപ്പം പണ്ടൊന്നും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കറിയാം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ, സ്ലോ പ്രോഗ്രസീവ് ഓട്ടോ ഇമ്മ്യൂൺ, നമ്മുടെ ബോഡി തന്നെ അതിന് നമ്മുടെ ലിവർ സെൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള അസുഖങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ മോർ ഇൻസൈറ്റ്, കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇപ്പം. അപ്പം അതിവിടെ നമുക്ക് ചെയ്യാവുന്ന നമ്മളുടെ ബോഡിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളുടെ ദിനചര്യയിലും ഭക്ഷണത്തിലും ക്രമീകരണം വരുത്തണം. ഇപ്പം ചിലർക്ക്, ഇപ്പം നമുക്കറിയാം നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഗോതമ്പിനകത്തൊരു ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ഗ്ലൂട്ടൻ വെച്ച് എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത്. ഗ്ലൂട്ടൻ സിലിയാക് ഡിസീസ്, ഈവൻ ഗ്ലൂട്ടൻ ആദ്യം നമുക്ക് സീലിയാക് വയറിന് വരുന്ന രോഗം അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് നോൺ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഡിസീസ് എന്ന് പറഞ്ഞാൽ സൈക്കാട്രിക് ഡിസീസിന് പോലും ഗ്ലൂട്ടനുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതുപോലെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരുടെ ഫുഡിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് റൈസ് അലർജി ഉള്ളവർ ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ മലയാളികളുടെ ഇടയിൽ റൈസ് അലർജി ഉള്ളവരുണ്ട്, ഈവൻ വെണ്ടയ്ക്ക അലർജി ഉള്ളവരുണ്ട്. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് പുട്ടും കടല ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ റെയർ ആയിരിക്കും. ഈ കടലയോട് അലർജി ഉള്ള ഒരു 15% ആൾക്കാരുണ്ട് നമ്മുടെ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ ടെസ്റ്റ് റിസൾട്ടിന്റെ ബേസിൽ പറയുകയാണ്. ഒരു 15% to 20% മലയാളികളുടെ ഇടയിൽ കടലയോട് പറ്റാത്തവരാ. ഒരു 90%ഉം പാല് പറ്റുന്നില്ല, മുട്ട. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. ഇതനുസരിച്ച് കണ്ടുപിടിച്ച് അതാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. വെരി ഫാസ്റ്റ് റിസൾട്ടാണ്. എല്ലാ രോഗങ്ങളും ഒന്നിച്ചു മാറ്റാൻ. ഇതൊക്കെ ആണെങ്കിലും നമ്മളത് മനസ്സിലാക്കി അത് എങ്ങനെയാണെന്ന് രോഗിയെ കൊണ്ടും കൂടെ മനസ്സിലാക്കി എടുപ്പിക്കണം. അവിടെയാണ് നമ്മുടെ എഫേർട്ട് കൂടുതലായിട്ട് വേണ്ടിയിരുന്നത്. പേഷ്യൻറ്റിന് അത് മനസ്സിലാക്കണം. കാരണം മരുന്ന് കുറിച്ച് കൊടുത്ത് അത് കഴിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഇത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ചെയ്യാന്ന് പറയുമ്പം രോഗിക്ക് അതിനുള്ള, അല്ലെങ്കിൽ രോഗിക്ക് മാത്രം പോരാ, രോഗിക്ക് അവരുടെ കുടുംബത്തിനും കൂടെ ബാക്കിയുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കൂടെ ആ ഒരു നോളജ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ അവർക്ക് വരാൻ പറ്റുള്ളൂ. കാരണം അച്ഛനറിയാം, മക്കൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതൊക്കെ എന്താ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, ഇതൊക്കെ എന്താ നമ്മൾ തട്ടിപ്പാണ്, അതൊന്നും നടക്കാത്ത കാര്യമാണ്. ബേസിക്കലി നടക്കാത്ത കാര്യമാണ്. നമ്മളെപ്പോഴും വെസ്റ്റേൺ കൺട്രീസിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. അവർ പറയുന്നത് മാത്രമേ നമ്മളിവിടെ ഒരു സയൻസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ദ ബേസിക് സയൻസ് നമ്മളുടെ ഇവിടെ തന്നെ ഉള്ള പല കാര്യങ്ങളും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ചിന്താഗതി മാറി കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയി കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. എന്നാലേ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ രോഗത്തിൽ നിന്ന് മാറാനൊക്കെ പറ്റുള്ളൂ. ഇപ്പം ഡോക്ടർ ഈ സയൻസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഇതിനെപ്പറ്റി അറിവുള്ളവർ മനസ്സിലാക്കുന്നത് ശരിക്കും സയൻസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുന്നതാണ് എന്നാണ്. പക്ഷേ പൊതുവെ ഈ മെഡിക്കൽ ഫീൽഡിൽ കാണുന്നത് ഈ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ ടെക്നോളജിയാണ് ഇപ്പോൾ കൂടുതലുമായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് സയൻസ് പറയുന്നത്. ശാസ്ത്രം പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷനിൽ ടെക്നോളജിയാണ് വലുത്. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂട്ടുന്ന പ്രവണത, കാരണങ്ങൾ കണ്ടുപിടിക്കലല്ല. അപ്പം പൊതുവെ മെഡിക്കൽ ഫീൽഡിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെ സാധ്യതകളുണ്ടോ ചെയ്യാനായിട്ടുള്ള ശ്രമവും പിന്നെ അതിനുള്ള ടെക്നോളജി, ഹയർ ടെക്നോളജി യൂസ് ചെയ്യാന്നുള്ളതും അടിസ്ഥാന കാരണങ്ങളുടെ ലെവലിലേക്ക് പോകുന്നത് കുറയുകയും ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് സിനാരിയോയില് പേഷ്യൻസ് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്? നമ്മളിപ്പം മോഡേൺ മെഡിസിനിൽ നമുക്ക് ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാര്യമായ മെഡിസിൻ ഇല്ല. ആകെ ഓക്സ് ബൈലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ബൈൽ സോൾട്ടോ നമുക്ക് തരാനേ ഉള്ളൂ.
പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വെരി കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ഔട്ട് ഓഫ് ദ ഇതിൽ വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഉള്ള ഒരു മരുന്നേ ഉള്ളൂ. മാർച്ച് 2024 അത് ഇത് വന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിവറുമായിട്ട് എന്ത് ബന്ധം നമുക്ക് തന്നെ അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ കാണുമ്പോൾ തോന്നും. അതിലൊരു തൈറോയ്ഡ് ഹോർമോൺ, തൈറോയിഡിന്റെ റിസപ്റ്റർ അഗണിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ ഏറ്റവും വലിയ സൈഡ് എഫക്ട് ലിവർ ടോക്സിസിറ്റി തന്നെയാണ്. അത് ഉപയോഗിക്കാവുന്നത് തന്നെ ഏറ്റവും സിവിയർ ലിവർ ഡിസീസിന് അത് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പൊ അതിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻസ് തന്നെ ഇല്ല. പക്ഷെ അത് നമ്മൾ വലിയ കാര്യമായിട്ട് ഇപ്പം അത് പ്രൊജക്ട് ചെയ്ത് അതിനെ ഇങ്ങനെ മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഒരു കമ്പനി ഒരു മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്താൽ അത് അവർക്ക് മാർക്കറ്റ് ചെയ്ത് അവരുടെ റിസർച്ചും എല്ലാം വരുന്നുണ്ട്. അപ്പം പക്ഷെ നമ്മൾ പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത് ഈ ടെക്നോളജി നല്ലത് തന്നെ. നമുക്കറിയാം, നമുക്കിപ്പോൾ ടെക്നോളജി, കമ്പ്യൂട്ടറും എന്താണ് സോഷ്യൽ മീഡിയയും ഇൻഫർമേഷൻ ടെക്നോളജിയും ഒക്കെ വെരി യൂസ്ഫുൾ ആണ്. പക്ഷെ ടെക്നോളജിയിൽ ഇപ്പം നമ്മൾ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെന്റ് ആണ്. നമുക്ക് നേരത്തെ ആണെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസ്കി ആയിരുന്നു. അതിനെ ഓവർകം ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റെൻഡ് ഇടുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. സ്റ്റെൻഡ് ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ മുറിവിൽ കൂടെ ആ കത്തീറ്റർ കയറ്റി അവിടെ കൊണ്ടുപോയി ഹാർട്ടിനകത്ത് കൊറോണറി ആർട്ടറീസിൽ ചെന്ന് അവിടുത്തെ കൊഴുപ്പ് വെച്ച് അടിഞ്ഞിരിക്കുന്നവിടെ നമ്മളൊരു മെറ്റൽ ഇതുപോലെ വെച്ചിട്ട് അതങ്ങ് ഡയലേറ്റ് ചെയ്ത് വയ്ക്കും. പക്ഷെ അത് നമ്മുടെ ബേസിക് സൊല്യൂഷൻ ആകുന്നില്ല. അവിടെ നമ്മൾ ഹാർട്ടിനകത്ത് ഒരു മെറ്റൽ പീസും കൂടി കയറ്റി വെച്ചു, അത്രേ ഉള്ളൂ. അത് അവിടെ ഇച്ചിരി നേരം ഇരിക്കും. അതിന്റെ ചുറ്റും ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ വരാവുന്ന അതിലേക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കി അവിടെ ബ്ലോക്ക് വരാവുന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് ബ്ലഡ് തിന്നർ കഴിക്കും. അത് ഹെവി ഡോസിൽ ബ്ലഡ് തിന്നർ കഴിച്ചുകൊണ്ടിരിക്കും. മിനിമം 2-3 ഗുളികകളുള്ള ഇപ്പം നമ്മൾ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് കഴിച്ചിരിക്കണം. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളൊരു എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലം മരുന്ന് കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെൻറ്റ് ഇട്ടിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരാൾക്ക് അത് കുറേ നാളത്തേക്ക്, പ്രത്യേകിച്ച് ഒരു 3 months ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 year വരെ അത് കഴിച്ചേ പറ്റുള്ളൂ. അപ്പം ടെക്നോളജി വളരുന്നത് ആ രീതിയിലാണ്. പക്ഷെ അവിടെ ബേസിക് കോസ് കറക്റ്റ് ചെയ്യാനല്ല. പക്ഷെ നമ്മൾ പാരലി ഹെൽത്ത് സയൻസ്, അതായത് ലൈഫ് സയൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ലൈഫ് സയൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്കിന്ന് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഹോസ്പിറ്റൽസ് അതിന് ബേസ്ഡ് അല്ല. ലൈഫ് സയൻസ് തന്നെ ബേസ് ചെയ്ത് ഫുഡോ എക്സസൈസോ കൊണ്ട് രോഗം മാറ്റാനല്ല ഒരു ഹോസ്പിറ്റലും ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കുക, ടെസ്റ്റുകൾ ചെയ്യുന്നതാണെങ്കിൽ എന്തിന്റെ ആസ്പെക്റ്റിലാണ്. അതൊക്കെ എന്ത് മരുന്ന് കൊടുക്കാം, എന്ത് ഓപ്പറേഷൻ ചെയ്യാന്നുള്ള ആസ്പെക്റ്റിലാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത് തന്നെ ഈ രോഗം എങ്ങനെ ജീവിതശൈലി കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാന്നുള്ള ആസ്പെക്റ്റിലാണ്. അപ്പം ടെക്നോളജി നമുക്ക് ടെസ്റ്റുകളുടെ ബേസിൽ ഒത്തിരി വന്നിട്ടുണ്ട്. അത് വെരി അഡ്വാൻറ്റേജസ്. ഈവൻ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഈ ടെസ്റ്റുകൾ നോക്കാൻ, ഈവൻ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ചെക്ക് ചെയ്യാൻ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, ഇവൻ ടെക്നോളജി ആണല്ലോ ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന. ഈവൻ നമ്മൾ ഈ കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നത് നമ്മൾ ചെക്ക് ചെയ്യാം. പണ്ടൊക്കെയാണെങ്കിൽ അതിന് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ ടെസ്റ്റ് ട്യൂബും സ്പിരിറ്റ് ലാമ്പും ഒക്കെ ഉപയോഗിച്ച് യൂറിൻ ഷുഗറും ബ്ലഡ് ഷുഗറും ഒക്കെ യൂറിൻ ഷുഗറും പ്രോട്ടീനും ഒക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. ഈവൻ ഹോസ്പിറ്റലിലും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കൊരു സ്ട്രിപ്പ് വെച്ച് അതിലേക്ക് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷുഗറിന്റെ ഒത്തിരി ഷുഗർ കൂടുതലുണ്ടോ, അല്ലെങ്കിൽ പ്രോട്ടീൻ എത്ര ലീക്ക് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാനുള്ള ടെക്നോളജി ഉണ്ട്. അപ്പൊ ഇതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കറക്റ്റായിട്ട് ഇല്ല. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെങ്കിലും ടെക്നോളജിയുടെ യൂസ് വളരെ ഹൈ ആണ്. ടെക്നോളജി കൊണ്ട് മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ബ്ലൈൻഡ് ആണല്ലോ. ഈ ടെക്നോളജി ഉള്ളതുകൊണ്ട് എവിടെയാണ് എന്താ പ്രോബ്ലം ഉള്ളതെന്നും അത് കറക്റ്റ് ആകുന്നുണ്ട്. അതാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെയും കൂടെയാണ്. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ്? നമ്മൾ അബ്നോർമൽ ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണും അത് കറക്റ്റായി വരുന്നത്. ഇപ്പം നമ്മൾ ലിവർ എൻസൈംസ് കൂടുതലുള്ള ഒരു പേഷ്യന്റ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്തു കഴിയുമ്പോഴേക്കും ഇതിന് വീക്ക് ഓർ 1-2 ആഴ്ച കൊണ്ട് തന്നെ ഈ എൻസൈം കുറയുന്നത് കാണാം. നമ്മൾ സ്കാനിങ് നോക്കുന്നത് യൂഷ്വലി 3 months കഴിഞ്ഞാൽ. പക്ഷെ മിക്കവാറും പേഷ്യൻസിന്റെ പ്രത്യേകിച്ചും ഈ ഫാറ്റി ലിവർ മെറ്റബോളിക് കോസ് കൊണ്ടുള്ള ലിവർ എൻസൈംസ് കൂടുതൽ, അതായത് നാഷ്, നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ഇതിൽ വരുന്നവർക്ക് പോലും വിതിൻ എ മന്ത് നമുക്ക് മിക്കവാറും പേരുടെ നോർമൽ ആകുന്നുള്ള ലിവർ എൻസൈംസ്. അപ്പൊ അത് കാണാം, എവിഡൻസ് ബേസ്ഡ് ആണ്. അല്ലാതെ ഒന്നും ആരും ഹുക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ല വരുന്നത്. അപ്പം എവറി വീക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം നമുക്ക് ഇന്ത്യയിൽ അതാണല്ലോ ഏറ്റവും ഉള്ള ഒരു ഫ്രീഡം. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും പോയി ചെയ്യാം. അതിന് കോസ്റ്റും കുറവാണ്. അപ്പൊ പേഷ്യൻസ് നമ്മൾ 1 മാസം കഴിഞ്ഞ് ചെയ്താൽ മതിയെങ്കിലും അവിടെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കുറയുന്നുണ്ടോ എന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണല്ലോ. പലരും 1 month കഴിഞ്ഞിട്ട് എന്താ മതി എന്നുള്ള ഇതിൽ പോയിട്ടാണെങ്കിലും അവർ കുറഞ്ഞിട്ടില്ല. യൂഷ്വലി ഇതിന്റെ മന്ത് തന്നെ
വീക്ക്ലി പറഞ്ഞ് അത് നോർമൽ ആയിട്ടുണ്ടാകും. ഇല്ലെങ്കിലും അവരവർക്ക് തന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നമ്മുടെ ലിവറിന്റെ കണ്ടീഷൻ ഉറപ്പിക്കാം. ചിലരോട് 3 മാസം കഴിഞ്ഞിട്ട് ലിവർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും 1 മാസമോ 2 മാസമോ കഴിയുമ്പോഴേക്കും വീണ്ടും ചെയ്യുന്നവരുണ്ട്. സോ അത് അവരുടെ ഒരു ഇൻട്രസ്റ്റും കൂടിയാണ് അറിയാനുള്ളത്. ശരിക്കും ഹെൽത്തിനെ കുറിച്ച് അറിയാനുള്ളവർ അവരെടുക്കുന്ന ഈ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല ഫുഡും ഒക്കെ ഒഴിവാക്കി നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടം പോലെ കഴിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് എഫേർട്ട് എടുക്കുമ്പോൾ അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നും കൂടി നോക്കിക്കൊണ്ട് ചെയ്യുകയാകുമ്പോൾ നമ്മൾ വെരി കോൺഫിഡൻ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ഫാറ്റി ലിവർ ആണെങ്കിലും ലിവർ ഫൈബ്രോസിസ് ആണെങ്കിലും എല്ലാത്തിലും അതിൻ്റെ ചേഞ്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഡെഫിനറ്റ്ലി ടെക്നോളജി യൂസ് ചെയ്യണം. സാധാരണ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സയൻസ് പറയുന്നത് ശരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം ശരീരത്തിൽ മരുന്നുകൾ കാരണം, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകൾ കാരണം ഉള്ളത് ലിവറാണെന്നാണ്. പക്ഷേ അതേസമയം അങ്ങനെ ഒരു സൈഡ് നമ്മൾ ഒരിക്കലും ട്രീറ്റ്മെൻറ്റിൽ കേട്ടിട്ടില്ല. ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, നിങ്ങൾ ഇത് മരുന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ലിവർ പ്രശ്നത്തിലാവും എന്ന്. പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, പിന്നെ ആൻറ്റി ഡിപ്രസൻസ്, അങ്ങനെ വയറ് അസുഖത്തിൻ്റെ മരുന്നുകൾ, ഇതൊക്കെ കഴിക്കുന്നവരുടെയാണ് ലിവറിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ട് അത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ അതിനെപ്പറ്റി ഒരു സംസാരം വരാത്ത, എന്തുകൊണ്ട് പേഷ്യൻസിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല? ഈ മോഡേൺ മെഡിസിൻ്റെ ബേസ് ഇരിക്കുന്നത് നമ്മൾ US ബേസ്ഡ് ആണ്. അപ്പം അവിടെ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽസും അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റാണ് അതിൽ. നമ്മളിപ്പോൾ ഒരു മരുന്നുണ്ടാക്കിയാൽ ആ മരുന്ന് കമ്പനി പറയുന്നത് അനുസരിച്ചാണല്ലോ അത് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ഡോക്ടറിൻ്റെ തീരുമാനം അനുസരിച്ചില്ല. ഡോക്ടർ ആ മരുന്ന് കമ്പനി പറഞ്ഞിരിക്കുന്ന അവർ ആ ഉണ്ടാക്കിയ മരുന്നിനെ കുറിച്ച് അവർ തന്ന ഡീറ്റെയിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു ഡോക്ടർ എന്നുള്ളത് ഇപ്പം എനിക്കാണെങ്കിലും ഏത് ഡോക്ടർക്കാണെങ്കിലും അത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ആ ബേസിൽ കൊടുക്കുന്നു. അപ്പം കൊടുക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് കഴിക്കണം, മരുന്ന് കൃത്യതയോടെ കഴിക്കുക. എല്ലാ മരുന്നുകളെ കുറിച്ചും പറയുമ്പോഴും എല്ലാ മരുന്നും കൃത്യമായിട്ട് കഴിക്കണം എന്നുള്ളതാണ്. അപ്പം അത് തന്നെ മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാർക്ക് എല്ലാം അവർക്ക് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് അറിയാവുന്നുണ്ടെങ്കിലും അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പ്രിസ്ക്രിപ്ഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് ഇപ്പം ക്യാൻസറിനാണേലും ലിവറിനാണേലും എല്ലാത്തിനും പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഈ പ്രോട്ടോകോൾ എല്ലാം ഫിക്സ് ചെയ്യുന്നത് ബേസിക്കലി മരുന്ന് കമ്പനി. അവർക്കാണെങ്കിലും അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് അവരുടെ phase 1, phase 2, phase 3 ട്രയൽസും ഇതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഇത് വരുന്നത്. അവർ പറയുന്നതനുസരിച്ച് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് ടെസ്റ്റുകൾ, മരുന്നുകൾ ഓരോന്ന് കുറച്ചുകൊണ്ട് വരുമ്പം നമ്മൾ അതിൻ്റെ എന്തിനു വേണ്ടി ആ മരുന്ന് എടുക്കുന്നു, ആ പ്രശ്നം സോൾവ് ചെയ്തോന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിൽ കൂടുതൽ നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പം പ്രശ്നം സോൾവ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഇതിനെ പേടിക്കേണ്ടതിരിക്കുന്നത്. എല്ലാവർക്കും അതാണ് ഈ മരുന്ന് കഴിച്ചുകൊണ്ട് ഇപ്പം 10-20 വർഷം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മരുന്ന് നിർത്തുക എന്ന് പറയുന്ന ഒരു ഫിയറാണ്. അപ്പം നമുക്കറിയാം, ഒരു നേരം മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഷുഗർ കൂടും. ഒരു നേരം ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു നേരം ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഷുഗർ കൂടും എന്നുള്ളത് കാണാം. അപ്പം ഇൻസുലിൻ അങ്ങ് നിർത്തിയിട്ട് മരുന്ന് ഷുഗർ കൂടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അതാണ് നമുക്ക് മരുന്ന് എപ്പം വേണേലും. അപ്പം ഇങ്ങനെ ആങ്സൈറ്റി ഉള്ള പേഷ്യൻസിനോട് നമ്മളെപ്പോഴും പറയാറുണ്ട്, മരുന്ന് നമുക്ക് എപ്പം വേണേലും എടുക്കാമല്ലോ, ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും ചെറുത് ഇപ്പം എന്തെങ്കിലും ഷുഗർ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എപ്പോഴും കഴിച്ച് കഴിയുമ്പോൾ ഇച്ചിരി ചോറും അങ്ങനത്തെ ഒക്കെ കഴിക്കണമെന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ ആ ഒക്കേഷനിൽ മാത്രം, അത്യാവശ്യം ഉള്ളപ്പോൾ മാത്രം കഴിക്കാനായിട്ട് ഈവൻ ഷുഗറിൻ്റെ മരുന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ പ്രഷറുള്ള ആൾക്ക് ചിലപ്പം അന്നേരം ചിലപ്പോൾ പ്രഷർ കൂടിയെന്നിരിക്കും. അപ്പം ആ സമയത്ത് മാത്രം. പക്ഷേ ജനറൽ റൊട്ടീൻ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാതെ ആ രീതിയിൽ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ റെഗുലർലി തന്നെ എടുത്തുകൊണ്ടിരിക്കണം. അല്ലാതെ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മരുന്ന് കറക്റ്റായിട്ട് തന്നെ എടുത്തേ പറ്റുള്ളൂ. അതായത് മെഡിസിൻ കമ്പനീസ് പറയുന്നതനുസരിച്ച് തന്നെ നമ്മളത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കത് എപ്പോഴും നോർമലായിട്ട് നിൽക്കുമ്പോൾ എടുക്കേണ്ട കാര്യമില്ല, പ്രശ്നം വരുന്ന എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അപ്പം നമ്മുടെ പ്രഷർ കൂടും. അല്ലെങ്കിൽ കമ്പനി ഒരു ജോലിക്കാരാണെങ്കിൽ കമ്പനിയിൽ ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്. അപ്പോൾ ആ സമയത്ത് സ്ട്രെസ് കുറയ്ക്കാനായിട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഷുഗർ ആണെങ്കിലും നമ്മൾ കുറച്ച് ഒരു ബിരിയാണിയൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നിയെന്നിരിക്കും, അങ്ങനെ കഴിക്കുമ്പോൾ മാത്രം അതിന് വേണ്ടിയിട്ട് എടുക്കുക. ആ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പഠിച്ചെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി പേഷ്യൻ്റാണ്. അവർ രോഗിയുടെ ഇൻ്റലിജൻസ് അനുസരിച്ചിരിക്കും ഇതിനെന്ത് റിസൾട്ട് വരും എന്നുള്ളത്. ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ എടുത്തുകൊണ്ട്, പൊതുവെ ആരും അത് പറയുന്നില്ലെങ്കിൽ പോലും ശരിക്കും ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, മരുന്നുകളോടുകൂടി നിങ്ങൾക്ക് അസുഖത്തോടുകൂടി ഈ രണ്ടും കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പം പൊതുവെ അതിൻ്റെ ആ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അസുഖത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം അതും ഈ ജീവിതശൈലി ക്രമീകരണവുമായിട്ട് നോക്കുമ്പോൾ എങ്ങനെ ഇത് നമുക്ക് കാണാൻ പറ്റും? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. രണ്ടും മറ്റേത്
മരുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും ഒരാൾക്കും, പ്രത്യേകിച്ച് ഡയബറ്റീസിനൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ജീവിതശൈലി ക്രമീകരിക്കാൻ പറ്റില്ല. അത് ജീവിതശൈലി ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. അപ്പം അല്ലെങ്കിൽ അതിനുള്ള മനസ്സില്ല. 2 ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് പറയും ഞാൻ എല്ലാം നോക്കുന്നുണ്ട് ഡോക്ടർ, പക്ഷെ ഞാനാണെങ്കില് ഒന്നും ഞാൻ കഴിക്കുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇത്രയും വെയിറ്റ് കൂടുതലാ. 10, 30 കിലോ ഓവർ വെയിറ്റ് ആയിരിക്കും. പക്ഷെ അവര് ഭക്ഷണമൊക്കെ കുറവാന്ന് പറയും. അപ്പം അവിടെ എപ്പോഴോ അവർക്ക് വെയിറ്റ് കൂടിപ്പോയി. അവരുടെ ബോഡിയുടെ അനുസരിച്ച് അവർക്ക് വേണ്ടാത്തത്രയും കഴിച്ചത് കൊണ്ട് തന്നെയാണ് അവരുടെ വെയിറ്റ് കൂടിയിരിക്കുന്നത്. അത് എന്തുകൊണ്ട് വന്നു അങ്ങനെ ഓവർ വെയിറ്റ് വരാൻ? ഫുഡ് കുറച്ചിട്ടും കഴിക്കുന്നില്ലാത്ത എന്നിട്ടും എന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു ചോദ്യം വരും. അത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി അത് കുറച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാനൊരു പേഷ്യന്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്കെന്തോ 120 കിലോ എന്തോ ഉണ്ടായിരുന്നു. ഒരു ഫാറ്റി ലിവർ ഉണ്ട്, ഫാറ്റി ലിവർ ഗ്രേഡ് 2 or 3 ഉണ്ട്. പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ട്, വെരിക്കോസ് വെയിൻ ആണ്, ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതെല്ലാം അങ്ങനെയാണ്. ഇത്തരം ആൾക്കാർക്കെല്ലാം ഈ മെറ്റബോളിക് സിൻഡ്രോം വരുമ്പോൾ പലതുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് മുട്ടുവേദന ഉണ്ടാകും, തേയ്മാനം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അപ്പൊ അവര് ഒന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നു, അവര് ഇപ്പം എനിക്കൊന്ന് 80 കിലോ താഴെ വന്നു, അറൗണ്ട് 80 താഴെ വന്നു വിതിൻ 6 months. അപ്പം വിതിൻ 6 months 120, 117 കിലോ ഉള്ള ആള് 80ക്ക് താഴെ വരുമ്പോഴേക്കും അവർക്ക് വരുന്ന ചേഞ്ച് എന്താണെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്നാലും വിതിൻ എ മന്ത് അവരുടെ വെരിക്കോസ് വെയിന്റെ ബ്ലീഡിംഗ് ഒക്കെ നിന്നു. എല്ലാ മരുന്നും നിർത്താൻ പറ്റി. പക്ഷെ ചിലരെന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഇച്ചിരി എനിക്ക് ഷുഗറും പ്രഷറും മരുന്നൊക്കെ മാറിയല്ലോ, വെരിക്കോസ് വെയിന്റെ ബ്ലീഡിംഗ് ഒക്കെ മാറി, എന്നാൽ ഇനി ഇങ്ങനെ പോയാൽ മതി. പക്ഷെ ഈ പേഷ്യന്റ് അങ്ങനെയല്ല. അവരത് വെച്ച് എനിക്ക് ഇത്രയൊക്കെ മതി, 90 ആകും, 110, 20 90 ആയാൽ തന്നെ അവർക്ക് വലിയ സന്തോഷമായിരിക്കും, അത് വെച്ച് നിർത്തിപ്പോകും. അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും കൂടെയാണ്. നമുക്ക് എത്ര ഹെൽത്ത് വേണമെന്നുള്ളത് നമ്മളുടെ ശരിക്കും ഇറ്റ് ഈസ് അവനവന്റെ ചോയ്സ് ആണ്. നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ആരോഗ്യം വേണം, നമുക്ക് രോഗം മരുന്നുമായിട്ട് പോകണമെന്ന് ഓരോരുത്തരുടെയും ചോയ്സാ. ഒരുപക്ഷെ ഇത്രയും കാലത്തേക്ക് നമുക്കത് അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ഈ ഫോർമാറ്റിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് നമ്മളുടെ ഇവിടെ തന്നെ നമുക്ക് അവൈലബിളും ആണ്. ഇത് നമ്മളിപ്പോൾ അമേരിക്കയിൽ വല്ലതും ആണെങ്കിൽ നമുക്ക് ആർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ കോസ്റ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇപ്പം ഇവിടെ അത് കോസ്റ്റ് ഇല്ല എന്നല്ല, അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകളും എല്ലാം വേണ്ടതുകൊണ്ട് ഒരു കോസ്റ്റ് ഫാക്ടർ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ രോഗത്തിൽ നിന്നെല്ലാം മാറാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു മുട്ട് മാറ്റി വെക്കണമെങ്കിൽ തന്നെ എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലാ, അല്ലെ സ്റ്റെന്റ് ഇടുവോ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം ഉണ്ടെങ്കിലാ. പിന്നെ ആരുടെയും സ്റ്റെന്റ് ഇട്ടത് കൊണ്ട് അവരുടെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷന് പോകുന്നില്ല, മുട്ട് മാറ്റി വെച്ചതുകൊണ്ട് ആരുടെയും ഓവർ വെയിറ്റ് കുറയുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ ഓവർ വെയിറ്റും കുറഞ്ഞ് നമ്മുടെ സ്വന്തം മുട്ടിൽ തന്നെ നമുക്ക് നടക്കാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ മുട്ട് മാറ്റി വയ്ക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് കൊഴുപ്പും കുറഞ്ഞ് നമ്മുടെ ഹാർട്ട് ബെറ്റർ ഹെൽത്തിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ മരുന്നും കൂടെ നിർത്താമെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പറേഷന് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുത്ത് ഇത്രയും ഒരു മേജർ ഓപ്പറേഷനോ ഈവൻ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. ആ ഒരു ഇമ്പോർട്ടൻ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരണം. പക്ഷെ നമ്മൾ ഇത്രയും വർഷങ്ങളോളം നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന അതിനകത്ത് മാറി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാത്രം പോരാ, അവരോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്കും ഒക്കെ ആ ഒരു ഇന്റലക്ച്വൽ ലെവലിലേക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവിലേക്കും വരണം എന്നുള്ളതാണ്. ശരിക്കും ഈ ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുമ്പോൾ പലരും സ്വന്തമായിട്ട് ജീവിതശൈലി ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പലർക്കും അങ്ങനെ അതുകൊണ്ട് ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. അപ്പം പിന്നെ എപ്പോഴാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് ഒരു ആവശ്യം വരിക? ബേസിക്കലി ഫാറ്റി ലിവറിന്ന് നമ്മളൊരു റിസൾട്ട് കണ്ടാൽ പലപ്പോഴും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അത് സ്കാൻ ചെയ്തത്. അൾട്രാസൗണ്ട് സ്കാൻ ആണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ സ്കാൻ നോക്കിയപ്പോൾ ചിലപ്പോൾ വയറുവേദനയൊക്കെ ആയിരിക്കും ചെയ്തത്. അപ്പം ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഒരു യൂറിനറി പെയിനോ എന്താണെന്നുള്ളൊരു വയറുവേദനയൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ചിലപ്പോൾ റിപ്പോർട്ടൊക്കെ വന്നപ്പോഴേക്കും വയറുവേദന മാറിയിട്ടുണ്ടാകും. അപ്പം ഫാറ്റി ലിവർ ഗ്രേഡ് 1 or 2 ഉണ്ട്. ഗ്രേഡ് 1 ആണ് ചിലപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞില്ല എന്ന് തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ കേരളീയരൊക്കെ പ്രബുദ്ധരാണെന്നാണല്ലോ. അപ്പോൾ നമ്മളൊരു സ്കാൻ റിപ്പോർട്ടൊക്കെ കണ്ടാൽ അവനവനും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. ആർക്കും വെച്ചാലും അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർ, ഇപ്പോൾ എല്ലാവർക്കും തന്നെ അത്യാവശ്യം മക്കൾക്ക് പ്രായമായവർക്ക് അറിയില്ലെങ്കിലും മക്കൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയായിരിക്കും. അപ്പോൾ അത് ഫാറ്റി ലിവർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു സീരിയസ് ആയിട്ട് എടുക്കുക, ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും. കാരണം ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാതെ തിരിച്ച് ഫാറ്റി ലിവർ അത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചെയ്തില്ലെങ്കിൽ അത് 2ലേക്ക് വരും. പിന്നെയും അതിൻ്റെ കൂടെ ആൽക്കഹോളും അങ്ങനത്തെ ഒക്കെ ഉപയോഗം കൂടെ ഉണ്ടെങ്കിൽ അത് 3ഉം 4ഉം ഒക്കെ ആകാൻ ഇപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തരുടെയും ജെനറ്റിക്സ്, നമ്മുടെ കുടുംബ പാരമ്പര്യമൊക്കെ അനുസരിച്ച് അത് ചിലവർക്ക് വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്തെന്നിരിക്കും. അപ്പം സ്വയം നമ്മൾ ജീവിതശൈലി ഇപ്പം നല്ല ഒരു വെരി കെയർഫുൾ ആയിട്ട് നോക്കുന്ന ഡോക്ടറുമാണ്, അല്ലെങ്കിൽ ഡോക്ടർക്ക് അതിനുള്ള ചാൻസും കിട്ടിയാൽ ഫാറ്റി ലിവർ 1 ഉണ്ടെങ്കിൽ അവർ പറയും അപ്പം നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, ചോറിൻ്റെയൊക്കെ അളവ് ഏറ്റവും കൂടുതൽ ചോറല്ലേ ചോറിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക, അതുപോലെ എക്സസൈസ് ചെയ്യാൻ പറയും.
അപ്പം മിക്കവാറും ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പേഷ്യൻ്റ് എന്തായിരിക്കും ചെയ്യുന്നത്, ചോറ് കുറച്ച് വെച്ചിട്ട് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. അന്നജം അത് ചോറോ ചപ്പാത്തിയോ കപ്പയോ ഒക്കെ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. ചോറെന്ന് പറയുമ്പോഴും ചിലർ കരുതും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെയും പേഷ്യൻ്റ് കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അരി വെച്ചുള്ള എന്ത് സാധനം, ഗോതമ്പ് ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുക, കൊഴുപ്പിൻ്റെ അളവ്, നട്ട്സും പലരും കരുതുന്നത് അതിനും കുഴപ്പമില്ലെന്ന്. നട്ട്സും കുറയ്ക്കണം, എന്നാലേ നമുക്ക് ഫാറ്റി ലിവറിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. നട്ട്സും ഫ്രൈസും ഒക്കെ കുറച്ചാൽ. പിന്നെ ആർക്കാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു ഗ്രേഡ് 1 ഒന്നും അല്ല, ഗ്രേഡ് 2ഓ 3യിലേക്കൊക്കെ എത്തി. മിക്കവാറും ഗ്രേഡ് 2ഓ 3യിൽ എത്തുമ്പോഴേക്കും അവർ ഒബേസിറ്റി ഉണ്ടാകും, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും മറ്റു രോഗങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. തൈറോയ്ഡ് കാണും, ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ടാകും, ചിലപ്പോൾ ആർത്രൈറ്റിസ് വന്നിട്ടുണ്ടാകും. ഇതെല്ലാം കൂടെ ഉള്ളവർക്ക് പല രോഗങ്ങളും ഉണ്ട്, മരുന്നും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സെൽഫായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് ഈ മരുന്നിൽ നിന്നും കൂടെ മോചനം നേടണം, എന്നാലേ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വേണ്ടി വരുന്ന മറ്റു രോഗങ്ങൾ സ്വയം കറക്റ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ സെൽഫായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ നോക്കുന്നവരും ഫാറ്റി ലിവർ 1 ആണെങ്കിൽ അവരൊരു 3 മാസം നോക്കി അവർ വീണ്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തത് മാറിയെന്ന് ഉറപ്പ് വരുത്തുക. ഈവൻ മറ്റു രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഫാറ്റി ലിവർ 2 ആണെങ്കിലും അത് മാറിയെന്ന് ഇതിനൊരു 3 മന്ത്സ് കഴിയുമ്പോഴേക്കും ഉറപ്പിക്കണം. പക്ഷെ അത് മാറുന്നില്ലെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ കൊണ്ട് മാറ്റാൻ പറ്റുള്ളൂ എന്ന് അവരോട് തന്നെ ബോധ്യപ്പെടുക. സ്വയം മാറ്റും, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് എടുത്ത് കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് മരുന്നുകൾ മാറുന്നതിനെ പറ്റിയാണ്. അപ്പം അങ്ങനെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് മരുന്നുകൾ മാറുമ്പോൾ ആ മരുന്ന് കഴിക്കുന്നവർ എന്താണ് അറിയേണ്ടത്? ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നു, അതാണ് നമ്മൾ വരുന്നത്. ശാസ്ത്രം, ശരിക്കുമുള്ള ശാസ്ത്രം നമ്മൾ ഇന്ന് പറയുന്നത് നാളെ ശാസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയും. കാരണം അതാണ് നമ്മുടെ സയൻസ്. നമുക്ക് ഇന്ന് അറിയാവുന്ന നോളജിന് സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 100 ഇയേഴ്സ് മുമ്പാണ് നമ്മൾ ഇൻസുലിൻ ഡെവലപ്പ് ചെയ്തത്. ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പം നമ്മൾ ഒരു വലിയ ഡെവലപ്മെന്റ് ആയിരുന്നു അത്. ടൈപ്പ് 1 ഡയബറ്റിസ്, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറവുള്ളവർക്ക് ആണ് ഇൻസുലിൻ വെരി യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ നമ്മൾ അന്ന് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും ഒന്നും മുമ്പ് നമുക്കൊന്നും അറിയത്തില്ല, തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റിനും നമ്മൾ ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഈ ഇൻസുലിൻ കൊടുക്കുമ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിന് ഗുണമാണ്, പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസിന് ആക്ച്വലി അത് ദോഷമാണ് ചെയ്യുന്നത്. കാരണം ഇൻസുലിൻ്റെ അളവ് കൂടുക, ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് ഫാറ്റി ലിവറിനെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ്. ഇൻസുലിൻ്റെ അളവ് കൂടുമ്പം ഹൈപ്പർ ഇൻസുലിനീമിയ വരുമ്പം ലിവറിന് ഫാറ്റ് കെട്ടാനുള്ള ചാൻസും ഹെപ്പറ്റൈറ്റിസിലേക്ക് പോയി നാഷ് വന്ന് സിറോസിസ്, ഫൈബ്രോസിസ്, സിറോസിസ് അങ്ങനെ പോകാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് പണ്ട് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ പണ്ട് അറിയില്ലെങ്കിലും നമ്മൾ അത് ഉപയോഗത്തിൽ അതൊരു കുറേ കാലങ്ങൾ തെറ്റ് ചെയ്താലും കുറേ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണല്ലോ. ഒരു ശരിയല്ലാത്ത കാര്യമാണെങ്കിലും കുറേ അങ്ങ് ഉപയോഗത്തിൽ കൂടെ അതങ്ങ് സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതായത് മെഡിക്കൽ ഫീൽഡിൽ അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു പോയി. ഇനി അപ്പം ടൈപ്പ് 2 ഡയബറ്റീസിന് ഇൻസുലിൻ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്ന ഇനി എത്ര വർഷം കഴിയും എനിക്കറിയില്ല. നമുക്കിപ്പോൾ എല്ലാം അറിയാം. ഇപ്പോൾ ഇൻസുലിൻ ടെസ്റ്റൊക്കെ വന്നിട്ട് വളരെ ജനറലി ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസുലിൻ C-പെപ്റ്റൈഡ് ടെസ്റ്റൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഉപയോഗം ഒന്നും പല ഡോക്ടേഴ്സിന് തന്നെ അറിയത്തില്ല. ഇപ്പം ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര പേഷ്യൻസ് വർഷങ്ങളായിട്ട് ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, ആരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും. ഡെഫിനറ്റ്ലി ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഡയബറ്റിക് പേഷ്യൻസ് ഫാറ്റി ലിവറും ഫൈബ്രോസിസും ഉണ്ടാവും. പക്ഷെ ആരും ഇതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല, നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. ഇപ്പം എൻഡോക്രൈനോളജിസ്റ്റ് ആണെങ്കിലും വളരെ റെയർ ആയിട്ടാണ്. കാരണം നമ്മളെല്ലാവരുടെയും പേഷ്യൻസ് വരുന്നവരുടെ റിപ്പോർട്ട്സും വർഷങ്ങളായിട്ട് എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ഡയബറ്റീസിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ പലപ്പോഴും അവർ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് എഴുതിയിട്ടുണ്ടാകും, പക്ഷേ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. പലരുടെയും ഇൻസുലിൻ ലെവലൊക്കെ വെരി ഹൈ ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഞാൻ 300ന് മുകളിലൊക്കെ ഇൻസുലിൻ മാക്സിമം ആകുന്നത് 25 ശരിക്കും നോർമലി ഉള്ള ഒരാളുടെ ഇൻസുലിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 or 5 ഒക്കെ നിന്നാൽ മതി.
ഫുഡ് കഴിച്ച് കഴിയുമ്പോഴാണ് ഇത്തിരി കൂടും. അത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും. പക്ഷേ ഇത് 25 അല്ല 250ക്ക് മുകളിലുള്ള 10 ടൈംസ് കൂടുതലാ. ഇപ്പം നമുക്ക് മറ്റുള്ള ഹോർമോൺസൊക്കെ ഏത് ഹോർമോണും കൂടിയാൽ ഹെൽത്തിന് നല്ലതല്ലാന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഇൻസുലിൻ ലെവൽ ആരും ഇവിടെ അവൈലബിൾ ആണെങ്കിലും ആരും നോക്കുന്നില്ല. അപ്പം ശരിക്കും ടൈപ്പ് 2 ഈ ഫാറ്റി ലിവർ പേഷ്യൻസും ഡയബറ്റിക് പേഷ്യൻസും ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ട അവരുടെ ഇൻസുലിൻ ലെവൽ കൂടുതലാണോ, നോർമലാണോ, കുറവാണോ എന്നറിയാം. അപ്പം പിന്നെ പല ഡയബറ്റീസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളും ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതും പറ്റാതെ നമ്മുടെ പാൻക്രിയാസിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ഇൻസുലിനും കൂടെ കൊടുത്തു തുടങ്ങുക. അപ്പം പിന്നെ ലിവറിന് പ്രോബ്ലം വന്നാലും പലപ്പോഴും ഇൻസുലിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇൻസുലിൻ നേരെ ഇഞ്ചെക്ട് ചെയ്യുകയല്ലേ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ലിവറിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട്. പക്ഷേ വേറൊരു ഇൻഡയറക്ട്ലി പ്രത്യേകിച്ച് ഒബേസ് ആയിട്ടൊക്കെ ഉള്ളവരുടെ ഇൻസുലിൻ ലെവൽ ഒത്തിരി കൂടുതലായിരിക്കും. ഇൻഡയറക്ട്ലി അവർക്ക് വീണ്ടും ലിവറിന് പ്രോബ്ലമാണ്. ടാബ്ലറ്റ് കൊണ്ട് ശരിയാ ഫസ്റ്റ് ക്ലാസ് മറ്റേ ലിവറിലേക്ക് ചെല്ലുന്നതുകൊണ്ട് ലിവറിന് കൂടുതൽ ഡാമേജാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ഫാറ്റി ലിവറും ലിവർ പ്രോബ്ലം ഉള്ള ഡയബറ്റിക് പേഷ്യൻ്റ് എടുക്കുന്നത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിൻ്റെ പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് സമൂഹത്തിലോ അല്ല മെഡിക്കൽ പ്രൊഫഷനിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ അത് മനസ്സിലാക്കി അത് മാറാനും അതിൻ്റെ അവയർനെസ് ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ വരണമെങ്കിൽ തന്നെ സമയമെടുക്കും. അപ്പം നമ്മൾ അവരവർക്ക് കൂടുതൽ ഇൻ്റലിജൻസ് സ്വയം നമ്മളുടെ ഹെൽത്ത് കെയറിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ബേസിക്കലി ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഇൻട്രസ്റ്റ് എടുത്ത് അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെയുള്ളവർക്ക് അപ്പം പേരൻസിന് 10, 70, 60 വയസ്സുള്ളവർക്ക് 70 വയസ്സുള്ളവരൊക്കെ അവർക്ക് പലപ്പോഴും പേരൻസാണ് കേട്ടോ ഈ മനസ്സിലാക്കി എടുത്തു വരുന്നത്. ഇനി അല്ലെങ്കിൽ മക്കളത് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ വരുന്നവരാണ്. അപ്പം നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് ലെവലും കൂടെ ഉണ്ടാവണം. നമ്മളുടെ ഹെൽത്ത് നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കാനുള്ളതല്ല, അത് അവനവൻ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഹെൽപ്പ് വേണ്ടി വരുന്ന ഹോസ്പിറ്റലിൽ ഹെൽപ്പൊക്കെ വരുന്ന ഒരു ഇഞ്ചുറിയും ഇൻഫെക്ഷനും ഒക്കെ വന്നു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ ഹെൽത്ത് അല്ലാതെ അവിടെയാണ് മോഡേൺ മെഡിസിൻ്റെ ശരിക്കും സ്ട്രെങ്ത് ഇരിക്കുന്നത്. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ മോഡേൺ മെഡിസിൻ ഇസ് വെരി സ്ട്രോങ്. പക്ഷേ ഫോർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവനവൻ അതിൻ്റെ കാര്യം മനസ്സിലാക്കി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ മരുന്നും ഈ അസുഖവും മരുന്നും ഒക്കെ നമ്മളുടെ കിഡ്നിയും ലിവറിനെയും ഫർദർ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ശരിക്കും ഇങ്ങനെ ഈ ലിവർ പ്രോബ്ലം അതുപോലെ തന്നെ ഫാറ്റി ലിവറൊക്കെ ഉള്ളവരുടെ മാനസിക ഹെൽത്തും കുറച്ച് എഫക്റ്റഡ് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും അവർക്ക് അവരുടേതായ ജീവിതശൈലി തിരുത്താനായിട്ടുള്ള എബിലിറ്റിയെ ഇത് ബാധിക്കാറുണ്ടോ? അതൊരു ഡിഫിക്കൽട്ട് കാര്യമാണ് ശരിക്കും. നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് വരുമ്പം 2 ഗ്രൂപ്പ് ഞാൻ കാണാറുണ്ട്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ലിവറിൻ്റെ പ്രോബ്ലവും കൂടെ വന്നു കഴിയുമ്പോൾ കുറച്ച് നാളായിട്ട് മാനസിക രോഗത്തിനായിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മിക്കവാറും ഡെഫിനറ്റ്ലി ഫാറ്റി ലിവർ ഗ്രേഡ് 1 or 2 സിറോസിസിലേക്കൊക്കെ സിറോസിസിലെത്തിയില്ലെങ്കിലും 2 or 3 ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇപ്പം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഓൾസോ നമ്മൾ 10, 20, 25 വയസ്സൊക്കെ ഉള്ളവരൊക്കെ എത്രയോ പേരാണ് സൈക്കാട്രിക് മെഡിസിൻസിൻ്റെ നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അവർ ടയേർഡായിരിക്കും, അവരുടെ ലിവറിൻ്റെ പ്രോബ്ലം കൊണ്ട് ടയേർഡാകും, പക്ഷെ മരുന്ന് കൊണ്ട് തന്നെ ട്രബിൾ ടയേർഡാകും. കാരണം മരുന്ന് തന്നെ നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് ഒരുതരം തളർത്തുന്ന മരുന്നുകളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ചുകൂടെ ഓവർ ആക്റ്റീവായിട്ടും അങ്ങനെ ആങ്സൈറ്റിയൊക്കെ വരുമ്പോൾ തളർത്തുന്ന മരുന്നുകളായിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പം ലിവറിനും പ്രോബ്ലം ടയേർഡ്നെസ്സും ഒക്കെ കൂടെ ആയിരിക്കും. അവർക്ക് ഒരിക്കലും കുറേ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഇൻ്റലക്ച്വലി അവർക്ക് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പേരൻസോ ആരെങ്കിലും അവരെ ഒരു സപ്പോർട്ട് ചെയ്ത് അവർ ചിലർ പറഞ്ഞ പേരൻസും കൂടെ പറഞ്ഞാൽ കേൾക്കാത്തൊരു നിലയിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ പേഷ്യൻറ്റിന് വേണമെന്നുണ്ടാവണം, ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് ഒരു വില്ലിങ്നെസ് ഉണ്ടാവണം. അപ്പം ചിലരൊക്കെയാണ് വളരെ പാസീവായിരിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പം അവർക്ക് എങ്ങനെയാലും രോഗത്തിൽ നിന്ന് മാറണമെന്നുണ്ടാവും. 3, 4 സൈക്കാട്രിക് മെഡിസിനൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് ജോലിക്ക് പോകാനോ അല്ലെ ജോലിയിൽ തന്നെ പെർഫോം ചെയ്യാനോ ഒക്കെ പറ്റാതിരിക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് പേഷ്യൻറ്റിനും വില്ലിങ്ങാണ്, അവരുടെ പേരൻസും അല്ലെങ്കിൽ വൈഫ്
ഗാർഡിയൻസ് ആയിട്ടുള്ളവരും കൂടെ സപ്പോർട്ടീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷെ വെരി റെയറിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കാട്രിക് ഡിസീസ് ഇപ്പം ആകെ അമ്മയും മോളും മാത്രമായിരിക്കും വീട്ടിൽ. മോൾക്ക് ഇപ്പം സൈക്കാട്രിക് ഡിസീസ് ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് മറ്റേ ആളെ ആയിട്ട് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവർ മരുന്ന് കഴിച്ചോ നമ്മളിത് ചെയ്യുന്നതോ ഒന്നും അവരെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഫാമിലി മെമ്പേഴ്സിനെ അവരെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മൈൻഡിന് നമുക്ക് അതിനൊരു വില്ലിങ്നെസ്സും അത് ഫോളോ ചെയ്യാനും പറ്റണം. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷെ നല്ല ഒരു ശതമാനം എൻ്റെ ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുന്ന ഈ സൈക്കാട്രിക് ഡിസീസും അതിൻ്റെ കൂടെ മിക്കവാറും കുറേ നാൾ കഴിച്ചപ്പോഴേക്കും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ മാറി പലരും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് അവർ പ്രോപ്പർലി ജോലിക്ക് പോകാനും ഒക്കെയുള്ള നിലയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള. പലരും ഇനി സൈക്കാട്രിക് മെഡിസിൻ കുറച്ച് നാൾ കഴിച്ചിട്ട് ഓവർ വെയിറ്റും ആയിരിക്കും. അപ്പം വിതിൻ 3 മന്ത്സ് നമുക്കൊരു 20% നന്നായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ് 20% വെയിറ്റ് റിഡക്ഷൻ കിട്ടും. പക്ഷേ സൈക്കാട്രിക് പേഷ്യൻറ്റിൻ്റെ ഈ വെയിറ്റ് റിഡക്ഷൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറവായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. ഫസ്റ്റ് മന്തിലൊക്കെ 3 മന്ത്സിൽ പലപ്പോഴും 22% ഒന്നും കിട്ടാറില്ല. കാരണം അവർ ഭയങ്കര ലെഥാർജിക് ആയിരിക്കും, ഒരു ലോ എനർജി ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. അവരുടെ മരുന്നിൽ നിന്നൊക്കെ മോചനം നേടിക്കഴിയുമ്പോഴാണ് അവർക്ക് പ്രോപ്പർലി എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നത്. അപ്പം ചിലപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് 3 മാസത്തിനുള്ളത് കൂടുതൽ നാൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് വെയിറ്റ് റിഡക്ഷൻ കൂടുതൽ വേണ്ടി വരുമ്പോൾ 6 മന്ത്സോ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് എന്ത് ഹെൽത്ത് വേണ്ടി വരുന്നു എന്നുള്ളതനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ശരിക്കും ഡോക്ടർ പലപ്പോഴും പറയാറുണ്ട്, ഈ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ആൾക്കാർക്ക് എനർജി കൂടുതൽ തോന്നും, പിന്നെ അവർക്ക് ഉറങ്ങാൻ ബെറ്ററായിട്ട് പറ്റും, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ റെസ്ട്രിക്ഷൻസിൽ നിന്നൊക്കെ ഒരു വലിയ പരിധി വരെ മാറാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ജനറലി ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെയല്ല. ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിതശൈലി തിരുത്തുക എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു എല്ലാം ഒഴിവാക്കി ഇഷ്ടപ്പെടുന്നതൊന്നും നടക്കൂല എന്നുള്ള രീതിയിലാണ്. അപ്പം അതെന്തുകൊണ്ടാണ്? എല്ലാവരുടെയും വിചാരം നല്ല എല്ലാവരുടെയും ഹാപ്പിനെസ് മുഴുവൻ ഇരിക്കുന്ന ഫുഡിലാണ് അല്ലേ? നമ്മൾ എന്ത് ആഘോഷങ്ങൾ വന്നാലും അത് ഫുഡിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ്. ഇപ്പം ഏത് മതത്തിൻ്റെ ആണെങ്കിലും അവിടെ എല്ലാം ഫുഡാണ് കയറി വരുന്നത് ഏറ്റവും ഒരു പ്രധാനം. പക്ഷേ എവിടെയും ഉണ്ടാവും, പ്രത്യേകിച്ച് ഓരോ റിലീജിയൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും. ജനറലി എല്ലാം ഒരു ഫുഡ് കോൺസെൻട്രേഷൻ വരുന്നുണ്ട്. അത് നമ്മളുടെ ഹാപ്പിനെസ് ഫുഡ് നമ്മുടെ എല്ലാ സെൻസസും നമ്മൾ 5 പഞ്ചേന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അത് ഉപയോഗിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് ഫുഡിൻ്റെ. നമ്മൾ ആലോചിച്ചറിയാം, നമ്മളതിനകത്ത് കാണുമ്പോൾ ഉള്ള അട്രാക്ഷൻ ഉണ്ട്, അതിനാണല്ലോ നമ്മൾ കളറൊക്കെ ചേർത്ത്. പിന്നെ ടേസ്റ്റ് മാത്രമല്ല, അതിൻ്റെ സ്മെല്ല്, കളറ്, ഈവൻ നമ്മൾ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ, നമ്മൾ അതിൻ്റെ ആ ടച്ച്, ആ സോഫ്റ്റ്നെസ്, ക്രിസ്പിനെസ് ഒക്കെ എൻജോയ് ചെയ്യുന്നത് ടച്ചാണ്. ക്രിസ്പിനെസ് ശരിക്കും നമ്മുടെ ഇയേഴ്സാണ് അതിനകത്ത് എൻജോയ് ചെയ്യുന്നത്. സോ ഈവൻ ടച്ച് ഈ 5 ഇന്ദ്രിയങ്ങളും കൂടി ഒന്നിച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് വരുന്നത്. അപ്പം നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, പ്രത്യേകിച്ചും എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും. പലപ്പോഴും നമ്മൾ ഈ ഓവറായിട്ട് ഫുഡ് വേണമെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഈ ഇൻസുലിൻ്റെ ലെവലും ഷുഗറിൻ്റെ ലെവലും ഒക്കെ ഇത് വരുന്നതുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം അവർ ഫുഡ് ഇച്ചിരി നേരം നിർത്തി കഴിയുമ്പോഴേക്കും അവർ ഹൈപ്പോഗ്ലൈസിമിയിലേക്ക് പോയി കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ പലർക്കും ഭക്ഷണം കുറയ്ക്കുമ്പോൾ ഈ പ്രഷറിനും ഈ ആസ്പിരിനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും വയറ് കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് ശരിക്കും വിശപ്പല്ല, അവരെ അൾസർ കാരണം, ഈ മരുന്നിൻ്റെ ഇഫക്റ്റിലുള്ള ആസിഡിറ്റിയും അൾസറും കാരണം അവർ കരുതുന്നത് അവർക്ക് വിശപ്പാണ്. പക്ഷെ ആക്ച്വലി അവർക്ക് വിശപ്പല്ല. അപ്പം അവർക്ക് വിശക്കുന്നില്ല, വിശപ്പല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അസിഡിറ്റിയുടെ. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പം ഒരു പേഷ്യൻ്റ് പറഞ്ഞാൽ അവരുടെ ഒരു ഫാറ്റി ലിവർ അല്ല, ശരിക്കും ലിവർ ഫെയിലിയറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാൻസർ സ്റ്റേജിലേക്കും കൂടെ എത്തിയ ഒരു പേഷ്യൻ്റാണ്. അപ്പം ശരിക്കും ലിവർ ഫെയിലിയറിന് വേണ്ടിയിട്ട്
ലിവറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അവർ പോയി ഒരു ബാൻഡിങ് ചെയ്തു. അത് കഴിഞ്ഞപ്പം അവർക്ക് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത് നോക്കുമ്പം തൊണ്ടയിൽ നിന്ന് ഇതിറങ്ങുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്ന് നോക്കുമ്പോഴേക്കും അവർ സ്റ്റൊമക് ക്യാൻസറും ഇസോഫേഗൽ ക്യാൻസറും വന്നു. അതൊരു 3rd സ്റ്റേജാണ്. അപ്പോൾ അത് ഇന്നോപ്പറബിൾ ആണ്. പിന്നെ കീമോതെറാപ്പി ഇതിന് വലിയ കാര്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല. പിന്നെ ലിവർ ഫെയിലിയറും കൂടെ അല്ലേ. കീമോതെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല. സിവിയർ ലിവർ ഡാമേജ് വേണം. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ്. കാരണം അല്ലാത്തവരെപ്പോഴും നമ്മൾ ക്യാൻസർ എന്നൊന്നും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ, ഓപ്പറേഷൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറബിൾ നിലയല്ല. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാനും കാരണം. അപ്പോൾ ഇദ്ദേഹം വരുമ്പം പേഷ്യൻറ്റിനല്ല ശരിക്കും മക്കൾക്കും മകനും ആ വൈഫിനും ഒക്കെ ഉള്ള ടെൻഷൻ മുഴുവനും ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ശരിക്കും അദ്ദേഹത്തിന് ഫുഡ് കഴിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പം ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ വരുമ്പോൾ എനിക്ക് എപ്പടി വിശക്കുക എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റൊമക്കിനകത്തുള്ള അൾസറിൻ്റെ ഇതാണ്. ആക്ച്വലി വിശപ്പല്ല. അപ്പം അദ്ദേഹം ശരിക്കും ഇന്നിപ്പോൾ ഒരു 30 ദിവസം ആയപ്പോഴേക്കും വന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു എനിക്ക് വിശപ്പേ ഇല്ല. എനിക്ക് ഇത്രയൊന്നും ഡോക്ടർ തരുന്ന മറ്റേ സപ്പോർട്ട് ന്യൂട്രിയൻ്റ് പോലും വേണമെന്നില്ല. എനിക്ക് അത്ര വിശപ്പ് കുറഞ്ഞു. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ശരിക്കും നമ്മൾ നന്നായിട്ട് ഓവർ വെയ്റ്റും കൂടെ ഉണ്ട്. വെയിറ്റ് കുറയേണ്ടതുണ്ട്. വേറെ ഒന്നും ഈ ക്യാൻസർ പേഷ്യൻസിന് നമ്മളെപ്പോഴും പറയുന്നത് നോ കാർബ് ഡയറ്റാണ്. അപ്പം കാർബോഹൈഡ്രേറ്റ് ഇല്ല. അവർക്ക് വേണമെങ്കിൽ ഫിഷോ മീറ്റോ പോലെയുള്ളത് കഴിക്കാം. അപ്പം ഫിഷോ മീറ്റോ അപ്പം അദ്ദേഹത്തിന് ആദ്യത്തെ സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് വീക്കിലൊക്കെ വിശപ്പാന്ന് പറഞ്ഞിരുന്ന ആൾ ആ സ്റ്റൊമക്കൊക്കെ ഒന്ന് കൺട്രോളായി കഴിഞ്ഞു വന്നപ്പോഴേക്കും വിശപ്പ് കുഴപ്പമേ ഇല്ലെന്നുള്ള ഇതിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ഇത്രയൊക്കെ കിട്ടിയാൽ മതി. ഭയങ്കര ഭക്ഷണ കൊതിയനായിരുന്ന ആളാണ്. അപ്പം അതിൻ്റെ കൂടെ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എന്താന്ന് വെച്ചാൽ ഈ മരുന്ന് നിർത്തി കഴിയുമ്പോഴേക്കും ആൾക്കാരുടെ വിശപ്പ് കുറയും. അതാണ് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്ന ആ വയറ് കത്തുന്ന ആ ഫീലിങ്ങിനെ എല്ലാവരും കാണുന്നത് വിശപ്പായിട്ടാണ്. നമുക്ക് നമ്മുടെ വിശപ്പ് നമുക്ക് നേച്ചർ തന്നിരിക്കുന്നത് എന്താ? നമുക്ക് വേണ്ട ന്യൂട്രിഷൻ ബോഡിക്ക് കിട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വേണ്ട ഭക്ഷണം, വേണ്ട ന്യൂട്രീഷൻ നമുക്ക് ബോഡിക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു നാച്ചുറൽ ഇതാണ് വിശപ്പ് വരിക എന്നുള്ളത്. അപ്പം അതല്ലാതെ നമുക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടിയിട്ട് ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ട് നമ്മുടെ വിശപ്പ് കുറയും. പിന്നെ നമുക്ക് കൊതി ഉണ്ടാകും. നമ്മൾ ശീലിച്ച സാധനങ്ങൾ നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നാച്ചുറലി കൊതി വരും. അത് വേറൊരു ആസ്പെക്ട്. അതൊന്നൊരു ഹെൽത്തിൻ്റെ സൈനാണ്. അപ്പം അതാണ് നമുക്ക് ബോഡിക്ക് വേണ്ടത് കിട്ടിയാൽ നമ്മുടെ വിശപ്പൊക്കെ മാറും. അത് വിശപ്പ് ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ വിശപ്പിനെ കണ്ടാൽ മതി. നേച്ചറിൻ്റെ ഇത്. മറ്റത് പലപ്പോഴും കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് വയറ് കത്തി ഈ അൾസറും വയറിൻ്റെ പ്രോബ്ലംസും കൊണ്ടോ അല്ലെ ക്ഷീണം കൊണ്ടോ. പിന്നെ വേറൊരു ഗ്രൂപ്പ് നമ്മൾ കാണാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ സോഡിയം കുറഞ്ഞു പോകും പലരിലും ഒത്തിരി നാൾ BP-ക്കൊക്കെ മരുന്ന് കഴിച്ച് സോഡിയം ലോ ആയി പോകും. അപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് പറയും ഡോക്ടർ എൻ്റെ ഷുഗറൊക്കെ നോർമലില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. അപ്പം പ്രത്യേകിച്ച് ഡയബറ്റീസും പ്രഷറും ഒക്കെ ഉള്ളവർ. അപ്പോൾ ഒന്ന് നമ്മൾ പ്രഷറിൻ്റെ മരുന്ന് കുറയ്ക്കുകയാണ്. അപ്പം പ്രഷർ കുറഞ്ഞിട്ടും പ്രഷറിൻ്റെ മരുന്ന് കുറച്ചില്ലേ ക്ഷീണം വരും. എന്നിട്ടും പ്രഷർ ഇച്ചിരിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും നമ്മൾ കാണുന്ന പ്രഷറും ഈ സോഡിയം കുറഞ്ഞു പോയാലും പ്രഷർ വരും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. സോഡിയം തീരെ കുറഞ്ഞിരുന്നു കഴിഞ്ഞാലും ചിലപ്പോൾ പ്രഷർ വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ കോമൺ സോൾട്ട് ലോ ലെവലിൽ ഒരു ജ്യൂസോ സൂപ്പോ ഒക്കെ ആയിട്ട് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വരും. അപ്പം എപ്പോഴും നമുക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ അല്ലെ കാലറിയുടെ അല്ലെ ഗ്ലൂക്കോസിൻ്റെ കുറവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടുപിടിച്ച് അല്ലെ ക്ഷീണമോ അല്ലെ വിശപ്പോ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിനൊക്കെയാണ് നമ്മൾ പേഷ്യൻറ്റിനാണേലും കുറച്ചൊരു അവരെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് അവരുടെ ബോഡിക്ക് വരുന്ന ചേഞ്ചും അതിൻ്റെ റീസൺ എന്താണെന്ന് സ്വയം കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം അതിനുള്ള ഒരു എബിലിറ്റി പേഷ്യൻറ്റിനും കൂടെ ഉണ്ടാകണം. അതായത് ഒരു ഫ്രീ തിങ്കിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം നമ്മളുടെ എല്ലാ ബ്രെയിൻ വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാം നമ്മൾ ആ വെസ്റ്റേണൈസ്ഡ് കൾച്ചറും വെസ്റ്റേണൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും എല്ലാം ആയിട്ട് യൂറോപ്യൻസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് പറയുന്നതാണ് നമുക്കെല്ലാത്തിനും നമ്മൾ ഇതായിട്ട് എടുക്കുന്നത്. ആ ഒരു ആസ്പെക്റ്റിന് ഒരു ഫ്രീ തിങ്കിങ് ലെവലിലേക്ക് വന്ന് ഒരു ലോജിക്കലി ചിന്തിക്കാനും കൂടെ പറ്റണം. ശരിക്കും നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഈ ലിവറിൻ്റെ കാര്യം പറയുമ്പോൾ 4 സ്റ്റേജസ് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പം അങ്ങനെ 4 സ്റ്റേജസിൽ
ആയിട്ട് കാണുമ്പോൾ അതിലെ ഈച്ച് സ്റ്റേജിൽ എന്ത് ടൈപ്പ് ഓഫ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് സാധ്യമാവുക? ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ലിവർ ഡിസീസ് സ്റ്റേജ് 1 ആണെങ്കിലും സ്റ്റേജ് 4 ആണെങ്കിലും നമ്മൾ ഏതിലും നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യാനാണ്. അതിൻ്റെ കൂടെ എത്ര രോഗങ്ങളുണ്ടെങ്കിലും നമ്മൾ ബോഡിയെയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അവിടെ ലിവർ സെൽസിനെ മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ നമ്മൾ ഈ ഫുഡും കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നു, ടോക്സിൻസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഓൾറെഡി അടിഞ്ഞിരിക്കുന്ന ടോക്സിൻസ് ആണെങ്കിലും ഈ ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ടുള്ള എക്സസൈസ്, നമ്മളെ ആക്ടിവിറ്റീസ്, നമുക്ക് നമ്മുടെ ബോഡിയെ കൊണ്ട് ബേസിക്കലി നമുക്ക് വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനെ കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് മെയിൻലി നമ്മളുടെ മസിൽസ് ആണ്. അപ്പം മസിൽസിനെ കറക്റ്റ് ഫോമാറ്റിൽ എക്സസൈസ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ്. ബ്ലഡിൽ കൂടെ ആണല്ലോ ന്യൂട്രീഷൻ എല്ലാം എത്തുന്നത്. അപ്പം നമുക്ക് ലിവറിലേക്ക് മാത്രം എന്താ വേണ്ടി, എനിക്ക് ലിവർ പലപ്പോഴും പല പേഷ്യൻസും പറയും, ഡോക്ടർ എനിക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ബോധേഡേ അല്ല, അതൊക്കെ ഞാൻ മരുന്നിൽ കൺട്രോൾഡാണ്, പക്ഷെ എനിക്ക് എൻ്റെ ലിവറിനെ മാത്രം കറക്റ്റ് ചെയ്യണം, അതാണ് പ്രശ്നം. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ലിവറിനെ മാത്രമായിട്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ലിവർ ഡിസീസിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതുകൊണ്ട് വന്നിരിക്കുന്നത്, അതിനുവേണ്ടി കഴിച്ച മരുന്നുകളും കാരണമാണ് നമ്മൾ ലിവർ ഡിസീസിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മരുന്നില്ലാതെ കൺട്രോൾ ചെയ്ത് നമ്മൾ ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ നോക്കണം. ആദ്യം നമുക്കിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഷുഗറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കൺട്രോൾ ചെയ്യാം, അത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാം, പ്രഷറും ഒക്കെ പാരലി കുറഞ്ഞു വരും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ലിവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള സമയവും കൂടെ കൊടുക്കണം. അപ്പം സിംറ്റമാറ്റിക്കലി അല്ലെ ബ്ലഡ് ടെസ്റ്റിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് കറക്റ്റ് ചെയ്യും. ഈവൻ ലിവറിൻ്റെ എൻസൈംസ് SGOT SGPT ഒക്കെ കൂടിയിരിക്കുന്നതൊക്കെ, ഈവൻ ബിലിറൂബിനൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, അതൊക്കെ ഫാസ്റ്റായിട്ട് തന്നെ കുറഞ്ഞു വരും. വിതിൻ വീക്സ് നമുക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് കാണാൻ പറ്റും, ആഴ്ചകൾ. മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, തെളിവുണ്ടാവണം. നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് എന്താ തെളിവ്, അതാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ബോഡിയെ മനസ്സിലാക്കാൻ ടെസ്റ്റുകൾ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രസ് അസസ് ചെയ്യാനായിട്ടും ടെസ്റ്റുകൾ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പേഷ്യൻസിൻ്റെയും കോൺഫിഡൻസ് കൂടും. ശരിയാണ്, റിപ്പീറ്റ് ടെസ്റ്റുകൾ വരുമ്പോൾ അതിനൊരു കോസ്റ്റ് വരും, പക്ഷേ നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കൊക്കെ ടെസ്റ്റുകൾ റീസണബിളി ഇതായിട്ട് കിട്ടും, അവൈലബിൾ ആണ്. അപ്പം അതാണ് നമുക്ക് പേഷ്യൻസ്, ഈ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസിൻ്റെ നമ്മൾ കാണാറുണ്ട്, അവർക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെസ്റ്റും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് അവർക്ക് ആ ഇൻഷുറൻസിൻ്റെ പ്രോട്ടോക്കോളിൽ കൂടെ ഒക്കെ പോയി പ്രൈവറ്റായിട്ട് ചെയ്തു പോകുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇൻഷുറൻസ് പ്രോട്ടോക്കോളിൽ കൂടെ പോയി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ വളരെ ഫ്രീ ആണെന്നല്ല, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും അത്രയും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വരുന്നില്ല, പക്ഷേ എന്നാലും നമ്മൾ മറ്റ് രാജ്യങ്ങളിലെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എക്കണോമിക്കാണ്, അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് എടുത്ത് നമ്മൾ ഇപ്പം നമുക്ക് ഈ ക്ലിനിക്ക് നമ്മൾ വേറെ ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ക്ലിനിക്ക് ഇത്ര ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോടെ. കാരണം അതൊരു പ്രത്യേക രീതിയിലുള്ള പ്രോട്ടോക്കോളിൽ കൂടെ പോയി പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ റിസൾട്ട് നമുക്കത് അവൈലബിൾ ആണ് നമ്മളുടെ നാട്ടിൽ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്, എന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് ഈ നമ്മൾ എല്ലാവരും ഇല്ല, മലയാളികളാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ. ഏറ്റവും ഡയബറ്റിക് സെൻ്ററാണ്, പ്രഷറിന് ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ പോപ്പുലേഷൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരുന്നിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഓപ്പറേഷൻ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് മലയാളികൾക്കായിരിക്കും. കാരണം നമ്മളുടെ അവയർനെസ്, ഹെൽത്ത് അവയർനെസ് ശരിക്കും മെഡിക്കൽ ഫീൽഡ് ആ മരുന്ന് ഓപ്പറേഷന് ചെയ്ത് മരുന്ന് ചെയ്യുക എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ച് എങ്ങനെ നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഈ മരുന്നും അസുഖങ്ങളും മാറുന്നില്ലല്ലോ. വെറുതെ സിംപ്ലി ലോജിക്ക് നോക്കിയാൽ മതി, മരുന്ന് കൊണ്ട് ആരുടെയും രോഗം മാറുന്നില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും കൂടുതൽ മരുന്നായിരിക്കും, സ്റ്റെൻറ്റ് ഇട്ടോ അല്ലെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് കൂടുതൽ മരുന്നുകളായിരിക്കും കഴിക്കേണ്ടി വരുന്നത്. അത് വീണ്ടും നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യാണ്. ലിവർ ഡിസീസ് ഉള്ളവർ പ്രത്യേകിച്ച് അതും കൂടെ മനസ്സിലാക്കണം. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മളെ മാത്രമല്ല, നമ്മളുടെ വരും തലമുറകളെ അത്
വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതോടുകൂടി നമ്മളുടെ ഈ 4 പാർട്ട് സീരീസ് ഓൺ ലിവർ ഡിസീസും ഫാറ്റി ലിവറും അവസാനിക്കുകയായി. നന്ദി, നമസ്കാരം. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക.